ഈ സ്ക്രീൻ കാണാമല്ലോ? ഓക്കെ. എന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരിക്കും, സ്റ്റൈലസ് ഒന്നും ഇല്ലാണ്ട് കൈകൊണ്ട് എഴുതിയതാ. സോ മനസ്സിലായില്ലെങ്കിൽ പറയണം. സോ ഇതാണ് ബേസിക്കലി ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഇസ് ഡെഫിനറ്റ്ലി an ഒബ്ജക്റ്റീവ്. പക്ഷെ പ്രോഫിറ്റ് കൊണ്ട് മാത്രം ബിസിനസ് ലോങ് ടേം ആയിട്ട് സർവൈവ് ചെയ്യില്ല. സോ ഫസ്റ്റ് വൺ ഇസ് സർവൈവൽ. സർവൈവൽ എന്താ? സർവൈവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് എവറി ബിസിനസ്. ബിസിനസ്സിന് കുറെ കാലമായിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലോങ് ടേമിൽ ബിസിനസ് അടച്ചു കൊണ്ടുവരും. സോ സർവൈവൽ ഇസ് ഇൻ ഇനീഷ്യൽ സ്റ്റേജസ് എ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ്. അപ്പോ സർവൈവൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, വിച്ച് ഇസ് ദ ബിസിനസ് ഓണർഷിപ്പ്, മാനേജ്മെന്റ്, ആ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സർവൈവൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞുള്ള തിയറി അപ്ലൈസ് ടു ദ ബിസിനസ് ഓൾസോ. നമുക്ക് പ്രൊആക്റ്റീവ് ആയിട്ട് എത്രയും പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ദ മോർ റിസ്ക് യു ടേക്ക് ദ മോർ പ്രോഫിറ്റ് യു ഗെറ്റ്. അപ്പൊ അതാണ് സർവൈവൽ. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇസ് എൻ ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്. ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ബിസിനസിന്റെ ഓപ്പറേഷൻസിനെ ബാധിക്കുന്ന കാര്യമാണ് എഫിഷ്യൻസി. സോ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ബേസിക്കലി വാട്ട് ഇസ് എഫിഷ്യൻസി? എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താ, അത് മീനിങ് എന്താ? ലെസ് ടൈമില് ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാം. ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യുക, ദാറ്റ് ഇസ് കറക്റ്റ്. ഓൾസോ നമുക്ക് ഉള്ള റിസോഴ്സസ് എത്രയും നല്ലോണം ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഏറ്റവും മിനിമം കോസ്റ്റില് മാക്സിമം എഫിഷ്യൻസി എടുക്കുക. ദാറ്റ് ഈസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പൊ അതാണ് ഇവിടുത്തെ കീവേഡ്സ്. ഞാൻ ആക്ച്വലി കീവേഡ്സ് വെച്ചായിരിക്കും കൂടുതലും പറയുന്നത്. ബാക്കി കൂടുതൽ സെന്റൻസസും ഇതിനു വേണ്ടി നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ റെഫർ ചെയ്താൽ കിട്ടും. പക്ഷെ ഈ കീവേഡ്സ് വെച്ച് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. സോ അത്രയും സിമ്പിൾ ആയിട്ടായിരിക്കും ഞാൻ ഫുൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ പെട്ടെന്ന് തീർന്നു പോകും. ബട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റെഫർ ചെയ്യണം സ്റ്റഡി മെറ്റീരിയൽ, സോ ദാറ്റ് ഇത് നമുക്ക് പെട്ടെന്ന് സപ്ലിമെന്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഇതിന്റെ നോട്ട്സ് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. ഇപ്പൊ വേണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. എഫിഷ്യൻസി മീൻസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. എന്തൊക്കെ റിസോഴ്സസ് ബിസിനസ്സിലുണ്ടോ അത് ഏറ്റവും മിനിമം കോസ്റ്റിൽ എടുത്തിട്ട് maximizing the output. Sorry. Okay. Next we will go to stability. Stability എന്തായിരിക്കും? Stability means being able to sustain സർവൈവൽ പോലെയല്ല. സ്റ്റെബിലിറ്റി മീൻസ് നമുക്ക് കുറച്ചുകൂടിയും ഒരു സ്മൂത്ത് ഫ്ലോ ഉണ്ടാവും ആക്ടിവിറ്റീസിൽ. ദാറ്റ് ഈസ് ബിസിനസ് കുറച്ചുകൂടിയും ഒന്ന് സെറ്റിൽഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവില്ല, പക്ഷെ ഡിക്ലൈനും ഉണ്ടാവില്ല. സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ പിന്നീട് ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവും സ്ട്രാറ്റജിയിൽ ഗ്രോത്തും സ്റ്റെബിലിറ്റിയും. അപ്പൊ അതേ ഒരു കോൺസെപ്റ്റ് ആണ്. സ്റ്റെബിലിറ്റി മീൻസ് ഒരുപാട് ഗ്രോത്തിന് വേണ്ടി ബിസിനസ് പോകുന്നില്ല, ബട്ട് സ്റ്റിൽ ദ ബിസിനസ് വിൽ ബി സ്റ്റേബിൾ ആൻഡ് സിറ്റുവേറ്റഡ്. ഒരു ഡീസന്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവും. ആൻഡ് ഈ സ്റ്റെബിലിറ്റി അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര കോഷ്യസ് ആൻഡ് കൺസർവേറ്റീവ് അപ്രോച്ചാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊആക്റ്റീവ് ആയിരിക്കില്ല അധികം സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ സെറ്റിൽഡ്, വെനെവർ തിങ്സ് ഹാപ്പൻ നമ്മൾ റിയാക്ട് ചെയ്യുന്ന പോലത്തെ രീതിക്കായിരിക്കും ആ അപ്രോച്ച്. ഇറ്റ് പ്രൊമോട്ട് സ്മൂത്ത് ഫ്ലോ ആൻഡ് എഫിഷ്യൻസി ഇൻ ദ ബിസിനസ്. അപ്പൊ സ്റ്റെബിലിറ്റി കാരണം യു വോണ്ട് ക്ലോസ് യുവർ ബിസിനസ്, നെതർ വിൽ യു ഗ്രോ. ആ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് ഒരേ പൊസിഷനിൽ നിന്ന് പോകും. ദാറ്റ് ഈസ് സ്റ്റെബിലിറ്റി. പിന്നെ വരുന്നത് ഇസ് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എക്സ്പാൻഷൻ. ബേസിക്കലി എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ് പല രീതിയിലും എക്സ്പാൻഡ് ആവും. കൂടുതൽ അസറ്റ്സ് മേടിക്കാം, പുതിയ കമ്പനി ആയിട്ട് വേണമെങ്കിൽ മേർജ് ചെയ്യാം, അതർവൈസ് ദേ ക്യാൻ അക്വയർ അനദർ ബിസിനസ്. അങ്ങനെ പല രീതിയിലും ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ അസറ്റ് ഓർ റവന്യൂ ഇൻ ദ ബിസിനസ്. ദേ ക്യാൻ ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്ട്സ് ആൻഡ് ഓൾസോ മാക്സിമൈസ് ദിയർ പ്രോഫിറ്റ് ലെവൽസ്. അപ്പൊ ബേസിക്കലി അസറ്റ് കൂടും, റവന്യൂ കൂടും, ഗ്രോത്ത് കൂടും, പ്രോഫിറ്റ് കൂടും. ഇതിൽ ഏത് സിറ്റുവേഷൻ വന്നാലും അത് ഗ്രോത്ത് ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay, so the last objective of business is profitability. Profitability എന്ന് പറയുമ്പോൾ
ബേസിക്കലി ബിസിനസ്സിന് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും ആഫ്റ്റർ ടാക്സസ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിരിക്കും നോക്കുന്നത്. സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏറ്റവും കൂടുതൽ എങ്ങനെ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി കോമൺ സെൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് കുറയ്ക്കണം, റവന്യൂ ഏറ്റവും കൂടുകയും വേണം. ദാറ്റ് ഇസ് മിനിമൈസിങ് ദി കോസ്റ്റ് ആൻഡ് മാക്സിമൈസിങ് ദി റവന്യൂ. അപ്പോ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ പോലെ തന്നെ റിസോഴ്സസ് ഒപ്റ്റിമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എഫിഷ്യൻസി കൂടുന്തോറും പ്രോഫിറ്റബിലിറ്റിയും കൂടും. ആൻഡ് റിസ്ക് എത്രത്തോളം കൂടുതൽ എടുക്കുന്നോ അത്രയും തന്നെ പ്രോഫിറ്റും കൂടാൻ ചാൻസസ് ഉണ്ട്. റിസ്ക് ആൻഡ് പ്രോഫിറ്റ് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ്. അപ്പൊ റിസ്ക് ഒരുപാട് എടുത്തില്ലെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ദ മോർ യു ടേക്ക് എ റിസ്ക് ആൻഡ് ദ മോർ ദ പ്രോഫിറ്റ് ഇസ്. അതാണ് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ്. സോ ഈ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ദി ഷോർട്ട് ഫോം ദാറ്റ് ഐ ഹാവ് ക്രിയേറ്റഡ്, SCSGP. GP എന്ന് പറയുമ്പോൾ അത് ഗ്രോസ് പ്രോഫിറ്റ് ആണല്ലോ, സോ ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ബാക്കി SCS നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അറേഞ്ച് ചെയ്ത് പഠിച്ചോളൂ. ദിസ് ഇസ് വാട്ട് വർക്ക് ഫോർ മീ. അപ്പോൾ ഈ SCSGP ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇസ് ഗ്രോസ് പ്രോഫിറ്റ്, അങ്ങനെ ഓർത്തെടുക്കും. സോ ദാറ്റ്സ് ഇസ് ബേസിക്കലി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. സോ ഈ ഒരു സ്ലൈഡ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റ് us go to the next slide. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോർഷൻ, എൻവയറമെന്റ്. എൻവയറമെന്റ് ഈ നടുവില് INT plus EXT is internal plus external. അപ്പൊ ഇന്റേണൽ എൻവയറമെന്റും ഉണ്ട്, എക്സ്റ്റേണൽ എൻവയറമെന്റും ഉണ്ട്. ബേസിക്കലി ഒരു നല്ല ബിസിനസ് എന്താന്ന് വെച്ചാൽ ഇന്റേണൽ സറൗണ്ടിങ്സും എക്സ്റ്റേണൽ സറൗണ്ടിങ്സും രണ്ടും കൺസിഡർ ചെയ്യും. രണ്ടും കൺസിഡർ ചെയ്തിട്ട് വാട്ട് ദേ ഡു ഇസ് ദേ ഐഡന്റിഫൈ, അപ്രൈസ് ആൻഡ് റെസ്പോണ്ട് ടു ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഇത് ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് ആണ്. ഓക്കെ, OPT, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. Identify first what is the environment, how is it going. Appraise in a sense they find the reasons. Respond എന്ന് പറയുമ്പോൾ they create solutions for that. അപ്പോൾ എന്തൊക്കെ തന്നെ സറൗണ്ടിങ്സ് പറ്റിക്കഴിഞ്ഞാലും there are opportunities and threats, രണ്ടും ഉണ്ടാവും. അപ്പോൾ ഒരു ബിസിനസ്സിന് ചിലപ്പോൾ അത് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, വേറെ ബിസിനസ്സിന് അത് ത്രെറ്റ് ആയിരിക്കും. So it depends on how the business reacts or responds to it. അപ്പൊ അതുകൊണ്ട് there needs to be a proactive response. Proactive in the sense നമുക്ക് നേരത്തെ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, so that you can respond earlier than others and you will have an edge over the other competitors in the business. അപ്പൊ proactive ആയില്ലെങ്കിൽ you will have a passive response in the business environment. Passive response in the sense you will be reactive, not proactive. But reactive എന്ന് പറയുമ്പോൾ you will react only after a certain thing happens. But for example, proactive reacting the difference പറയുകയാണെങ്കിൽ you expect a certain thing to happen നേരത്തെ, അപ്പോൾ you already plan for it. അതിന് നമുക്ക് contingency whatever നമ്മൾ എക്സ്ട്രാ കരുതി ഇങ്ങനെ വെച്ച് ബാക്കപ്പ് ഒക്കെ റെഡിയാക്കി, if something goes wrong നമുക്കത് okay, we can overcome it. പക്ഷെ റിയാക്റ്റീവ് ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ we will wait for the thing to happen. അപ്പൊ അങ്ങനെ എങ്ങാണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് we will get പാനിക് ആയിട്ട് നമുക്ക് അയ്യോ ചെയ്യാൻ പറ്റില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ടെൻഷൻ ആവും. സോ അതേപോലെ തന്നെ ബിസിനസ് എൻവയറമെന്റിലും പെട്ടെന്ന് കുറെ മാർക്കറ്റ് ചേഞ്ചസും അങ്ങനത്തെ ഒരു ഇപ്പൊ ഇൻ കേസ് ഇൻഫ്ലേഷൻ വന്നു, മാർക്കറ്റ് ഗ്രോത്ത് കുറഞ്ഞു, വാട്ട് എവർ, അങ്ങനെ കുറെ സിറ്റുവേഷൻസ് വരുമ്പോൾ പെട്ടെന്ന് ചില ബിസിനസ്സസ് പൂട്ടിപ്പോണ്ടി വരും. സോ പ്രൊആക്റ്റീവ് സ്ട്രാറ്റജീസ് ആർ ഓൾവേസ് ബെറ്റർ. പക്ഷെ പ്രൊആക്റ്റീവ് മാത്രം ആവാൻ പറ്റില്ല, സംടൈംസ് തിങ്സ് കനോട്ട് ബി എക്സ്പെക്ടഡ്. അപ്പൊ പ്രൊആക്റ്റീവും റിയാക്റ്റീവും ആവണം. അപ്പൊ പാസീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് വിൽ സ്ലോലി സ്റ്റാർട്ട് ടു ഫോൾ, ഡിക്ലൈൻ വരും ബിസിനസ് ഗ്രോത്തിന് മൊത്തം. ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഫെയ്ഡ് അവേ. പിന്നെ ഇതിന്റെ മെയിൻ തിങ് ഇസ് ഈ ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ IP പ്രോസസ് OPCRSU എന്ന് വെച്ചാൽ ബിസിനസ് ബേസിക്കലി ഫങ്ഷൻ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ? ലൈക് വൈ ഇസ് എ ബിസിനസ് ദയർ? ബിസിനസിന്റെ ഹോൾ പേർപ്പസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ പഠിച്ചു, പക്ഷെ ബിസിനസിന്റെ മെയിൻ പേർപ്പസ് എന്താ? ഏൺ മണി. ഓക്കെ, ഏൺ മണി എടുത്ത് എന്താ ചെയ്യുക? ബിസിനസ് ഇങ്ങനെ ഫുൾ കാശ് ഉണ്ടാക്കി വെച്ചിട്ട് ഇത്രയും കോടിക്കണക്കിന് ബാങ്കിൽ വെച്ചിട്ട് വാട്ട് ഇസ് ദി യൂസ്?
ഇപ്പൊ ബേസിക്കലി ബിസിനസ് ഒരു സർവീസ് ആണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിപ്പോ ഗുഡ്സ് ആവാം, സർവീസ് ആവാം, ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ ആവാം. സോ ഏത് ബിസിനസ് വേണമെങ്കിൽ എക്സാമ്പിൾ എടുക്കാം, ദേ ആർ പ്രൊവൈഡിങ് എ സർവീസ്. ഇപ്പൊ റിലയൻസ് ആണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇഷ്ടം പോലെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടാഞ്ചിബിൾ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഉണ്ട്. അതേപോലെ എല്ലാ ഇൻഡസ്ട്രീസും ടാറ്റ ഉണ്ട്, പിന്നെ ഈവൻ ആപ്പിൾ, എവറി ബിഗ് ബിസിനസ്, സ്മോൾ ബിസിനസ്, എല്ലാ ബിസിനസ്സും, ഒരു ചെറിയ ചായക്കട തൊട്ട് വലിയ ബിസിനസ്സുകാർ വരെ എവ്രി വൺ ഇസ് പ്രൊവൈഡിങ് എ സർവീസ്. അപ്പൊ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആർക്കാ? ഫോർ ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അപ്പൊ ബേസിക്കലി ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ബിസിനസ് ടേക്സ് ഇൻപുട്ട്. ഈ IP എന്ന് പറയുമ്പോൾ ഇൻപുട്ടാ, ഇൻപുട്ട് ഫ്രം ദി എൻവയറമെന്റ്. ആ എൻവയറമെന്റ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. ആ രണ്ടെണ്ണവും ഈ ഐഡന്റിഫൈ, അപ്രൈസ് ആൻഡ് റെസ്പോണ്ട് ചെയ്യുമല്ലോ. അപ്പൊ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഓൾ ആർ ദി ഫാക്ടേഴ്സ് ഇൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയറമെന്റ്. അതിൽ നിന്ന് ഇൻപുട്ട് എടുക്കും. ഓക്കെ, ദീസ് ആർ ദി ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ഇൻപുട്സ് എടുത്തു കഴിഞ്ഞിട്ട് ദേ പ്രോസസ് ഇറ്റ്. പ്രോസസ് എന്ന് പറയുമ്പോൾ അത് ബിസിനസിന്റെ അവരുടെ ബിസിനസ് സൈക്കിളിലോട്ട് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഇറ്റ് ടേൺസ് ഇൻ ടു എ പ്രോസസ് ചെയ്യും, ഒരു ഔട്ട്പുട്ട് ആവും. ഔട്ട്പുട്ട് എന്താവും? ഔട്ട്പുട്ട് ഇസ് എ പ്രോഡക്റ്റ് ഓർ എ സർവീസ്. അപ്പൊ ബേസിക്കലി ഇൻപുട്ട് ഫ്രം ദി എൻവയറമെന്റ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയറമെന്റ് എന്തെങ്കിലും ഇൻപുട്ട് എടുക്കും. ദാറ്റ് ഇസ് മണി, റിസോഴ്സസ്, മാൻ പവർ, എല്ലാം എടുക്കും. ദേ പ്രോസസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ്. ആൻഡ് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് വിൽ ബി ദി പ്രോഡക്റ്റ് ഓർ ദി സർവീസ്, ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ, വാട്ട് എവർ. എന്നിട്ട് ഈ ഔട്ട്പുട്ട് എന്താവും? ഔട്ട്പുട്ട് ഇസ് ഗിവൺ ടു ദി കസ്റ്റമർ. കസ്റ്റമർ റിട്ടേൺ ആയിട്ട് നമുക്ക് കാശ് തരും. ആ കാശ് തരുന്നത് നമുക്ക് ഒരു സ്പെസിഫിക് എമൗണ്ടിനെക്കാട്ടും കൂടുതൽ കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു പ്രോഫിറ്റ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് സർപ്ലസ്. ആ സർപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നിലേക്ക് സർപ്ലസ് വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യും. വി വിൽ യൂസ് ഇറ്റ് ഫോർ ദ ബിസിനസ് പേർപ്പസ് ഓർ വി സ്റ്റോർ ഇറ്റ്, അക്യുമുലേറ്റ് ചെയ്യും. യൂസ് ആണ് യു. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്ത ബിസിനസ്സിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. So basically, your process is telling how the external environment impacts the business. External or internal. അപ്പൊ ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും ഇൻപുട്ട് ബിസിനസ് പ്രോസസ് എടുക്കും. പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ആയി കൺവേർട്ട് ചെയ്യും. ഔട്ട്പുട്ട് ഇസ് ദി പ്രോഡക്റ്റ് ഓർ സർവീസ് വിച്ച് ദി ബിസിനസ് ഇസ് ഗിവിംഗ്. അത് കഴിഞ്ഞിട്ട് അത് കസ്റ്റമറിന് കൊടുക്കും. കസ്റ്റമർ റിട്ടേൺ ആയിട്ട് നമുക്ക് കാശ് തരും. ആൻഡ് ആ കാശ് ഇസ് അവർ എന്താ പറയുക, സർപ്ലസ്, പ്രോഫിറ്റ്. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ വി യൂസ് ഇറ്റ് ഫോർ ബിസിനസ് പേർപ്പസ്, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്തിട്ട് വെക്കും. ക്ലിയർ ആയോ? അടുത്തോട്ട് പോവാം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, പ്രോബ്ലംസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് എൻവയറമെന്റ് ഇൻഫ്ലുവൻസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എൻവയറമെന്റിന്റെ ഇൻഫ്ലുവൻസസ് മനസ്സിലാക്കിയിട്ടാണ് ഈ ഇൻപുട്ട് എടുക്കുന്ന ബിസിനസ്. അപ്പൊ എൻവയറമെന്റ് ബിസിനസിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ 3 ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ആ 3 ഡിഫിക്കൽട്ടീസിൽ ഫസ്റ്റ് വൺ ഇസ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ബിസിനസ്സിൽ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് ദി എൻവയറമെന്റ് ഇറ്റ്സെൽഫ്, ഡെമോഗ്രാഫിക് എൻവയറമെന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഡെമോഗ്രഫി എന്ന് പറയുമ്പോൾ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. സോ ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യ ഇസ് എ വെരി ബിഗ് കൺട്രി. ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്, 29 സ്റ്റേറ്റ്സും ഉണ്ട്. അപ്പൊ ഇത്രയും സ്റ്റേറ്റ്സിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. സോ കൾച്ചർ, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ഇതൊക്കെ ഡിഫറെന്റ്. റിലീജിയൻ, കാസ്റ്റ്, കുറെ ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ലൈക്ക് ഡൈവേഴ്സിറ്റി. ബിസിനസിനകത്ത് തന്നെ ദർ ആർ മെനി ഡൈവേഴ്സ് ഫാക്ടേഴ്സ്. അപ്പൊ അങ്ങനെ ഡൈവേഴ്സിറ്റി കൂടുമ്പോൾ, ഇൻഫ്ലുവൻസസ് കുറെ കൂടുമ്പോൾ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ പ്രൊവാക്റ്റീവ് റെസ്പോൺസ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ ഈ ഡൈവേഴ്സിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഈസ് എ പ്രോബ്ലം ഫോർ ദി ബിസിനസ്. കാരണം ഒരുപാട് കൂടുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും ടു ഐഡന്റിഫൈ വാട്ട് ഇറ്റ് ഈസ്. ഡൈവേഴ്സിറ്റി, അതാണ് പ്രശ്നം. ദ നെക്സ്റ്റ് ഫാക്ടർ ഇസ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോഴത്തെ എക്സാമ്പിൾ വെച്ച് 2020 ഒരു ഫെബ്രുവരി ലാസ്റ്റ്, മാർച്ച് 2-3 വീക്സ് നമ്മൾ സുഖമായിട്ട് എല്ലാം നോർമൽ ആയിരുന്നു. ബട്ട് സൂൺ ആഫ്റ്റർ ദാറ്റ് ഓരോരോ കൺട്രീസ് ആയിട്ട് ലോക്ക്ഡൌൺ, ഇതുവരെ നമുക്ക് കേൾക്കാത്തൊരു ടേം ക്വാറന്റൈൻ, അങ്ങനെ ഇങ്ങനെ ദിസ് ഹോൾ കോവിഡ് സെനാരിയോ ഒക്കെ. അപ്പോൾ അൺസർട്ടനിറ്റി
ഈ കോവിഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ദാറ്റ് ഈസ് ദി ഹോൾ തിങ്. ഇപ്പൊ പെട്ടെന്ന് വി കാണ്ട് എക്സ്പെക്ട് ലൈക്ക് ഓർ പ്രെഡിക്റ്റ് വാട്ട് നെക്സ്റ്റ് എന്താ നടക്കാൻ പോകുന്നതെന്ന്. സോ അതേപോലെ തന്നെ ബിസിനസ് എൻവയറമെന്റിലും ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പൊ കോവിഡ് കാരണം പല ബിസിനസ് അടച്ചുപോയി, കുറെ ബിസിനസ് എഫക്റ്റഡ് ആയി. അഗൈൻ അതിൽ നല്ല കാര്യങ്ങളുണ്ടായി. കുറെ ബിസിനസ്സസ് ദേ ഫൗണ്ട് ഔട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ് ടു സെർവ് പീപ്പിൾ. കുറെ പേർക്ക് റിമോട്ട് വർക്ക് കൾച്ചേഴ്സ് വന്നു. അപ്പൊ ദാറ്റ് ഇസ് അഗൈൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് രണ്ടുപേർക്കും ഉണ്ടാവും. പക്ഷെ ഇവിടെ അൺസർട്ടനിറ്റി എന്താണെന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്, ദ സ്പീഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ്, ഇതൊക്കെ ഭയങ്കര അൺസർട്ടൻ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ എ പേഴ്സൺ ഹൂ നോസ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ യു വുഡ് അണ്ടർസ്റ്റാൻഡ് 2 ദിവസം മുമ്പ് നല്ല ഹൈ ആയിട്ടുണ്ടാവും. ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ സംടൈംസ് പെട്ടെന്ന് എല്ലാം മൈനസിലോട്ട് പോയിട്ടുണ്ടാവും. സോ ഇറ്റ് ഈസ് വെരി ഫ്ലക്ച്വേറ്റിംഗ്, നമുക്ക് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതേപോലെ തന്നെ ടെക്നോളജീന്റെ ദ സ്പീഡ് ഓഫ് ചേഞ്ചസ് ഇൻ ടെക്നോളജി ഇസ് വെരി അൺപ്രഡിക്റ്റബിൾ. ഇപ്പൊ നമ്മൾ ഇന്നൊരു 10,000 20,000 റുപ്പീസിന് ഒരു ഫോൺ മേടിച്ചു, ലേറ്റസ്റ്റ് ആയിരിക്കും. ഇന്ന് നമ്മൾ മേടിച്ചപ്പോൾ ലേറ്റസ്റ്റ് ആണ്, ബട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് പിന്നെയും പഴയ തന്നെ ആവും. ബിക്കോസ് അപ്പോഴത്തേക്കും എനി അതർ കമ്പനി ഓർ ദ സെയിം കമ്പനി വുഡ് ഹാവ് ഗോട്ട് അനദർ അപ്ഗ്രേഡഡ് മോഡൽ. അപ്പൊ അത് കാരണം ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ എ ബിസിനസ് ടു കോപ്പ് അപ്പ് വിത്ത് ചേഞ്ചസ്. അപ്പൊ ഈ അൺസർട്ടനിറ്റി കാരണം it is very difficult to have a proper channel of decision making. അപ്പൊ അവരിങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഓവർ സിംപ്ലിഫിക്കേഷൻ, ഇറ്റ് ഈസ് ബേസിക്കലി ബയസ്നെസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ് ഓർ ജഡ്ജ്മെന്റ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് മോഡൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് കൊല്ലമായി ആ ബിസിനസ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾ പ്രീവിയസ്ലി ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, സോ ഇനിയും അങ്ങനെ തന്നെ ചെയ്താൽ മതി. പ്രീവിയസ്ലി നമ്മൾ അങ്ങനെ ചെയ്തിട്ട് വി ഏൺഡ് എ ഡീസെന്റ് പ്രോഫിറ്റ് മാർജിൻ, ഇനിയും അത് തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ബയസ്ഡ് ജഡ്ജ്മെന്റ് ഉണ്ടാക്കും. ബയസ്ഡ് ജഡ്ജ്മെന്റ് മീൻസ് ആ ബേസിസിൽ തന്നെ ഉണ്ടാക്കും. വി ഡോണ്ട് കൺസിഡർ ദി ചേഞ്ചിങ് എൻവയറമെന്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ 2 ഫാക്ടേഴ്സ്, ഡൈവേഴ്സിറ്റി ആൻഡ് അൺസർട്ടനിറ്റി കൺസിഡർ ചെയ്യാണ്ട് നേരത്തെ അതേ റുട്ടീൻ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ പോകും. സോ ദാറ്റ് ബിക്കംസ് എ വെരി പ്രോബ്ലമാറ്റിക് ഏരിയ ഫോർ ബിസിനസ്. കാരണം നമ്മൾ ഫ്യൂച്ചർ കൺസിഡർ ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് വരാതെ യു കാൻ ഗ്രോ ഇൻ ദ ബിസിനസ്. അപ്പൊ ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം. അപ്പൊ ആ 3 അത് അത്രയും വലിയൊരു ഇമ്പോർട്ടന്റ് ഏരിയ അല്ല, ബട്ട് സ്റ്റിൽ MCQ വല്ലതും ചോദിക്കാം. അതർവൈസ് അങ്ങനത്തെ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ മാക്സിമം ചിലപ്പോൾ വന്നേക്കാം, അത്രേ ഉള്ളൂ. Next one is framework of business. Framework of business, the first point is understanding nature of business. Understanding nature of business nu vecha basically environment mattam nammal nokkumbol business inde nature manasilakkanam. What kind of business is it doing, endana adinte business structure enda, ownership pattern enda, അതൊക്കെ മനസ്സിലാവണം. അപ്പോ ഈ ഒരു എക്സ്റ്റേണൽ ഫാക്ടറും ഇന്റേണൽ ഫാക്ടേഴ്സും ഒരുപാടുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസിന് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, മറ്റേ ബിസിനസ്സിന് ത്രെറ്റ് ആവാം. സോ അത് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി ആവുന്നത്, എങ്ങനെയാണ് ത്രെറ്റ് ആവുന്നത്, ഒരേ സംഭവം രണ്ടുപേർക്ക് എങ്ങനെ ഓപ്പോസിറ്റ് ആവുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ബിസിനസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോവിഡ് സിറ്റുവേഷനിൽ ഇപ്പോ സിനിമ തിയേറ്റേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഇവരൊക്കെ ഡൈനിങ് ലൈക് ഫിസിക്കലി ആൾക്കാർ വന്ന് നിൽക്കുന്ന സ്ഥലമായിരുന്നല്ലോ. സോ അങ്ങനത്തെ കുറെ ലോസസ് അവർക്ക് വന്നു. പക്ഷെ അഗൈൻ ഈ ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ്, ടെലികോം പ്രൊവൈഡേഴ്സ്, അവർക്കൊക്കെ ഒരുപാട് പ്രോഫിറ്റ്സ് വന്നു. ബിക്കോസ് വീട്ടിലെല്ലാവരും ഇടുന്ന വൈഫൈയും ഫുൾ ഡേറ്റ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. സോ അതേപോലെ ഒരേ ഒരു സിറ്റുവേഷൻ ക്യാൻ ബി ഓപ്പർച്യൂണിറ്റി ഓർ ത്രെറ്റ്, ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ബിസിനസ്. ഓക്കെ. പിന്നെ ഇൻഫ്ലുവൻസസ്. ഇൻഫ്ലുവൻസസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെ. നേരത്തെ ഡിസ്കസ് ചെയ്തത് എൻവയറമെന്റൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയും. വാട്ട് ആർ ദി എൻവയറമെന്റൽ ഇൻഫ്ലുവൻസസ്? നേരത്തെ നമ്മൾ പറഞ്ഞത് ഇന്റേണൽ, എക്സ്റ്റേണൽ. ഏതെങ്കിലും 2 എക്സാമ്പിൾ പറയാമോ? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഇൻഫ്ലുവൻസസ് ബേസിക്കലി ഇന്റേണൽ, എക്സ്റ്റേണൽ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ കസ്റ്റമേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, അതല്ലാണ്ട് ബിസിനസിനകത്ത് തന്നെ ബിസിനസിന്റെ മാനേജ്മെന്റ് പീപ്പിൾ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ ഇൻഫ്ലുവൻസസ് ഉണ്ട്. ആ ഇൻഫ്ലുവൻസസ് എന്ത് രീതിയിലാണ് ബിസിനസിനെ എഫക്ട് ചെയ്യുന്നത്?
That also is very important to analyze. Next thing is evaluation of the environment. Evaluation of environment, മൂന്ന് കാര്യങ്ങളുള്ള. Okay. മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് AIR എന്നാണ് ഇതിന്റെ ഷോർട്ട് കട്ട്. ദാറ്റ് ഇസ് ഇവാലുവേഷന്റെ മാത്രം. ഇവാലുവേഷൻ A is first we should audit. ആദ്യം ഓഡിറ്റ് ചെയ്യും. ഓഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ബേസിക്കലി നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് നോക്കും. എങ്ങനെയാണ്, ഹൗ ഇസ് ദ തിങ്, ഹൗ ഇസ് ദ സിറ്റുവേഷൻസ്, എന്താണെന്ന് നമുക്കൊരു ഒരു ബേസിക് പിക്ചർ കിട്ടാൻ വേണ്ടി വി ക്രിയേറ്റ് എ ബ്ലൂ പ്രിന്റ്. അതേപോലെ ഓഡിറ്റ് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വി ഐഡന്റിഫൈ ചെയ്യും ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡയറക്ട്ലി ബിസിനസ് എഫക്ട് ചെയ്യുന്നത്, ഏതൊക്കെ ഫാക്ടേഴ്സ് ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നത്, ആൻഡ് വിച്ച് ആർ ഇന്റേണൽ, വിച്ച് ആർ എക്സ്റ്റേണൽ. പിന്നത്തെ ലാസ്റ്റ് തിങ് ഇസ് റിലേറ്റ് ടു ദി പ്രസന്റ് ബിസിനസ് സിനാരിയോ. ഈ പ്രസന്റ് മാർക്കറ്റിലെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഓഡിറ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത ഫാക്ടേഴ്സ് വെച്ച് വി ട്രൈ ടു റിലേറ്റ് വിത്ത് ദി കറന്റ് ബിസിനസ്. ക്ലിയർ ആയോ? ബേസിക്കലി ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യും, ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ ഓഡിറ്റ് ചെയ്യും, വി ഐഡന്റിഫൈ വിച്ച് ആർ എഫക്ടിങ് ദി ബിസിനസ്, പിന്നെ വി റിലേറ്റഡ് വിത്ത് ദി കറന്റ് എൻവയറമെന്റ് ആൻഡ് ദി ബിസിനസ് സ്ട്രക്ചർ. ഓക്കെ. ആൻഡ് ഈ റിലേറ്റ് ചെയ്യുന്ന പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ് ഓൾമോസ്റ്റ് ഫോക്കസിലും പറയുന്നത്. ഫോക്കസിൽ നമ്മളിപ്പോ കറന്റ്ലി ബേസിക് ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ബിസിനസ് എൻവയറമെന്റ് എന്താണ്, അതായത് നമ്മുടെ ബിസിനസ് നേച്ചർ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. നേച്ചർ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഫോക്കസിലോട്ട് വരുമ്പോൾ നേച്ചർ വെച്ച് ഈ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ഫാക്ടേഴ്സ് ഇമ്മീഡിയറ്റ് എൻവയറമെന്റിനെ ഏത് രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് വെദർ ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദി ബിസിനസ് ഓർ എ ത്രെറ്റ് ആണ് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഈ നേച്ചർ കഴിഞ്ഞിട്ട് ഇൻഫ്ലുവൻസും ഇവാലുവേഷനും കഴിഞ്ഞിട്ട് വി ഫോക്കസ് ഓൺ ദി ഇമ്മീഡിയറ്റ് എൻവയറമെന്റ്. ഓക്കെ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ഇത് ചിലപ്പോ വരാം ഒരു ഫോമാ ക്വസ്റ്റ്യൻ ആയിട്ട്. അഗൈൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് സ്റ്റിൽ നോക്കി പോയിക്കോളൂ. ബിക്കോസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം. കേസ് സ്റ്റഡി ആയതുകൊണ്ട് ഇപ്പോ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സിനെ പറ്റിയൊക്കെ ചോദിക്കാം. സോ യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയറമെന്റ് ഫസ്റ്റ് ഇസ് കോംപ്ലക്സ്. എന്തുകൊണ്ടാണ് കോംപ്ലക്സ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത് തന്നെയായിരിക്കും ആൻസർ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വൈ ഇസ് ഇറ്റ് കോംപ്ലക്സ്? അൺസർട്ടനിറ്റി. ഓക്കെ, അൺസർട്ടനിറ്റി ഉണ്ട്. ബട്ട് അതിന് മുമ്പ് പറഞ്ഞൊരു പോയിന്റ് ആണ് എക്സാക്ട് ആൻസർ. ഡൈവേഴ്സിറ്റി. കറക്റ്റ്. ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരുപാട് ആൾക്കാരും ഒരുപാട് ഫാക്ടേഴ്സും ഉണ്ടാവും. സോ ബിസിനസിനെ ഏത് രീതിക്ക് വേണ്ടി എഫക്ട് ചെയ്യാം. സോ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സും ഒരുപാട് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് വെരി കോംപ്ലക്സ്. അപ്പോൾ ബേസിക്കലി ബിസിനസ് എൻവയറമെന്റ് കോംപ്ലക്സ് ആണ് because it is a collection of many factors. Okay. It is dynamic. Dynamic നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ അൺസർട്ടനിറ്റി പോലത്തെ ഒരു പോയിന്റ് ആണ്. ടെക്നോളജി ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, ബിസിനസിന്റെ ഡിസിഷൻ മേക്കിംഗ് ആവട്ടെ, എവറിഥിങ് ചേഞ്ചസ് ഫാസ്റ്റ്. യെസ്, കറക്റ്റ്. ചേഞ്ചിങ്. അപ്പൊ ഇറ്റ് ഇസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ രാത്രി ഇപ്പൊ എക്കണോമിക് ടൈംസ് വാട്ട് എവർ ന്യൂസ് ചാനലൊക്കെ നോക്കുവാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ നോക്കുമ്പോൾ ബിസിനസിന്റെ ഒരു സ്ട്രക്ചർ ഇപ്പൊ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ എക്കണോമി പൊതുവെ ഹൈ ആയിരിക്കും അല്ലെങ്കിൽ ലോ ആയിരിക്കും. പക്ഷെ നാളെ രാവിലെ എനിക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആൻഡ് അഗൈൻ ഡേ ആഫ്റ്റർ ചിലപ്പോൾ വീണ്ടും കൂടും. സോ ഇറ്റ് ഈസ് ലൈക്ക് ഒരു ECG പോലെയാ, ഇങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടേയിരിക്കും. ഇറ്റ്സ് വെരി ഡൈനാമിക്. അപ്പൊ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുമ്പോൾ ദ ബിസിനസ് ഷുഡ് ബി അഡാപ്റ്റീവ് ടു ചേഞ്ചസ്. അപ്പോൾ ചേഞ്ചസ് അക്കോമഡേറ്റ് ചെയ്ത് ആ ചേഞ്ചസ് എന്ത് രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് പ്രൊവാക്റ്റീവ് റെസ്പോൺസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊവാക്റ്റീവ് റെസ്പോൺസ് ഇല്ലെങ്കിൽ ഈ ഡൈനാമിക് എൻവയറമെന്റിൽ ബിസിനസ് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് വെരി അൺസർട്ടൺ ആൻഡ് വെരി മച്ച് ചേഞ്ചിങ് എവറി ഡേ. സോ ദാറ്റ് ഈസ് വൈ ദ ബിസിനസ് എൻവയറമെന്റ് ഇസ് ഡൈനാമിക്. നെക്സ്റ്റ് പോയിന്റ് ഇസ് മൾട്ടി ഫാസറ്റഡ് എന്ന് വെച്ചാൽ
ഞാനിപ്പോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കറക്റ്റ്, എക്സാക്ട്ലി അത് തന്നെ കറക്റ്റ് പോയിന്റ്. ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഇപ്പൊ ഒരു ബിസിനസ്സിന് ഒരേ സിറ്റുവേഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കോവിഡ് വന്നപ്പോ ഒരു പാർട്ട് ഓഫ് ബിസിനസ് കമ്പനീസിന് എന്തായി, ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അനദർ പാർട്ടിന് ഇറ്റ് വാസ് എ ത്രെറ്റ്. അത് എന്തുകൊണ്ട് അങ്ങനെ ആയ? ബിക്കോസ് ഇറ്റ് ഡിപെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി ബിസിനസ്. അപ്പൊ ആ നേച്ചർ ബിസിനസ് എങ്ങനെയായിരുന്നു അതേപോലെ അവർക്ക് ഓപ്പർച്യൂണിറ്റി ആയി, ഇവർക്ക് ത്രെറ്റ് ആയി. സോ അക്കോർഡിംഗ് ടു ദി പെർസെപ്ഷൻ ഇറ്റ് ചേഞ്ചസ്. അപ്പൊ മൾട്ടി ഡയമെൻഷണൽ പോലെയാണ് ബിസിനസ്. സോ ഒരാൾക്ക് അത് ഓപ്പർച്യൂണിറ്റി ആവാം, ഒരാൾക്ക് ത്രെറ്റ് ആവാം. ഓക്കെ. ഫാർ റീച്ചിങ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇറ്റ് ഈസ് ഈ ബിസിനസ് എൻവയറമെന്റും ഇൻഫ്ലുവൻസസും ബിസിനസിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ബിസിനസിനെ ഡയറക്ട്ലി എഫക്ട് ചെയ്യും. വാട്ട് എവർ ദി ചേഞ്ചസ് ഇൻ എൻവയറമെന്റ് അത് ബിസിനസിനെ ഡയറക്ട്ലി എഫക്ട് ചെയ്തിരിക്കും. ആൻഡ് അഗൈൻ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ബിസിനസ്. പക്ഷെ അത് പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് ആയിട്ടോ എന്തായാലും ബിസിനസ്സിൽ എഫക്ട് വരും. സോ ദാറ്റ് ഈസ് എ ഫാർ റീച്ചിങ് ഇമ്പാക്ട്. സോ ഇതിന്റെ റെഡ് കളർ വേർഡ്സ് അഗൈൻ ഷോർട്ട് ഫോം ആണ് CDMA. അത് അറേഞ്ച് ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ ആക്കിക്കോളൂ, ഇറ്റ് ഡസന്റ് മാറ്റർ, ഇറ്റ് ഇസ് ഫൈൻ. പിന്നെ ഒരുപാട് നെമോണിക്സ് ആക്കി കഴിഞ്ഞാലും പിന്നെ ലാസ്റ്റ് കൺഫ്യൂഷൻ ആവും ഏത് നെമോണിക്സ് എവിടെ ഉപയോഗിക്കണം എന്ന്. സോ അതനുസരിച്ച് യു ക്യാൻ അഡ്ജസ്റ്റ്. മാത്സി, ഓക്കെ ഫൈൻ, വാട്ട് എവർ വർക്ക്സ്. അതിപ്പോ എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. സോ യു ക്യാൻ ഡു ഇറ്റ് അക്കോർഡിംഗ്ലി. ഈ ഒരു സ്ലൈഡ് കണ്ടിട്ട് വാട്ട് യു തിങ്ക്? ഇത് എന്താ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്? correct, relation. So നടുവിലൊരു ഹാർട്ട്, ദാറ്റ് ഈസ് ലൈക്ക് റിലേഷൻ. ഓക്കെ, ഓർഗനൈസേഷൻ ആൻഡ് എൻവയറമെന്റ് ആയിട്ട് റിലേഷൻ എന്താണ്? സോ ഓരോ ഓർഗനൈസേഷനും ഒരു എൻവയറമെന്റ് തമ്മിൽ ഡിഫറെന്റ് റിലേഷൻസ് ഉണ്ടാവാം. ഓക്കെ, ആ ഡിഫറെന്റ് റിലേഷൻസ് എന്തൊക്കെയായിരിക്കും? സോ ബേസിക്കലി ഓർഗനൈസേഷൻ പറയുമ്പോൾ ഒരു കമ്പനി, ഒരു ബിസിനസ്. ആ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് എൻവയറമെന്റിന്റെ പല ഇൻഫ്ലുവൻസസും ഇമ്പാക്ട് ചെയ്യും. ഓക്കെ, ആ ഇമ്പാക്ട് കാരണം there is an exchange of different things. ആ എക്സ്ചേഞ്ചിൽ കൂടി ഡെവലപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെ പറ്റിയാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഈസ് ദി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്തായിരിക്കും? ഇൻഫർമേഷൻ ഈസ് നമ്മുടെ എൻവയറമെന്റിൽ നിന്ന് എടുക്കുന്ന എവറിഥിങ്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഓർമ്മയുണ്ടോ? വി ടേക്ക് ഇൻപുട്ട് ഫ്രം എൻവയറമെന്റ്, പ്രോസസ് ടു ഔട്ട്പുട്ട്, ആൻഡ് ഔട്ട്പുട്ട് കസ്റ്റമറിന് പോകും, കസ്റ്റമർ കാശ് തരും, ആൻഡ് വി ഗെറ്റ് സർപ്ലസ്. അപ്പൊ ആ ഒരു സൈക്കിൾ അല്ലേ, അതിൻ്റെ അകത്താണ് ഇൻഫർമേഷൻ വരുന്നത്. സോ ഫസ്റ്റ് ഇൻപുട്ട് അല്ലേ, ബിസിനസ് ഇൻപുട്ട് എടുക്കും ഫ്രം ദി എൻവയറമെന്റ്. സോ ആ ഇൻപുട്ട് എടുക്കുന്നത് ഇൻഫർമേഷൻ ഫ്രം ദി എൻവയറമെന്റ്. സോ ഇൻഫർമേഷൻ ഫ്രം എൻവയറമെന്റ് ടു ബിസിനസ്. ഓക്കെ, എൻവയറമെന്റിൽ നിന്ന് ബിസിനസ്സിലോട്ട് വരും ഇൻഫർമേഷൻ. എന്നിട്ട് ആ ഇൻഫർമേഷൻ ആയിരിക്കും ബിസിനസ് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും. നെക്സ്റ്റ് തിങ് ഇസ് റിസോഴ്സസ്. എക്സ്ചേഞ്ച് ഓഫ് റിസോഴ്സ്. എക്സ്ചേഞ്ച് ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ദാറ്റ് ഈസ് മണി, മാൻ പവർ, അസെറ്റ്സ്, അങ്ങനെ പല പല റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഈ പ്രോസസ്സിൽ നമുക്ക് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് അത് പ്രോസസ് ആക്കുമല്ലോ. ആ പ്രോസസ് ആക്കുന്ന ആ ഹോൾ ഒരു സൈക്കിൾ ഉണ്ട്, പ്രോസസ്സിംഗ് സൈക്കിൾ. ആ സൈക്കിളിലാണ് ഈ റിസോഴ്സസ് മേജർലി ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഇഫ് യു വാണ്ട് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്, ആ പ്രൊഡക്റ്റിന് വേണ്ടി മാനുഫാക്ചർ ചെയ്യാൻ യു നീഡ് ടു ഹാവ് ദി റൈറ്റ് കൈൻഡ് ഓഫ് അസെറ്റ്സ്. അതിനുള്ള ഫിനാൻസ് വേണം. ഇത്രയും ഉണ്ടാക്കാൻ വേണ്ടി യു നീഡ് ടു ഇൻകർ സർട്ടൻ കോസ്റ്റ്. അപ്പൊ അത്രയും ഫിനാൻസ് വേണം. ആൻഡ് ഇതൊക്കെ മെഷീൻസ് റൺ ചെയ്യാൻ ഇതിനൊക്കെ യു നീഡ് സർട്ടൻ കൈൻഡ് ഓഫ് മാൻ പവർ ഓൾസോ. അപ്പൊ ഇതൊക്കെ കൂടി കളക്റ്റീവ്ലി റിസോഴ്സസ്. ആൻഡ് റിസോഴ്സസ് ബേസിക്കലി ആ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ഇൻഫ്ലുവൻസ് ആൻഡ് പവർ. ഇൻഫ്ലുവൻസ് ആൻഡ് പവർ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ബിസിനസിന്റെ ബേസിക്കലി എൻവയറമെന്റ് ഇൻഫ്ലുവൻസസ് ഉണ്ടാവും. ഇന്റേണലും എക്സ്റ്റേണലും ഇൻക്ലൂഡഡ് ആണ് എൻവയറമെന്റ് എന്ന് പറയുമ്പോൾ. സോ ഒരു സ്പെസിഫിക് റിസോഴ്സസിന് ഒരു കമാൻഡ് ഉണ്ടാവും ചില ബിസിനസ്സിന്. സോ ബേസിക്കലി ഇപ്പൊ പറയാൻ പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും എക്സാമ്പിൾ പറയാമോ? എനിക്ക് പുറത്തിട്ട് കിട്ടുന്നില്ല. കമാൻഡ് ഓവർ റിസോഴ്സസ് എന്നൊരു എക്സാമ്പിൾ. ഐ തിങ്ക് പെട്രോളിയം വരുന്ന എക്സാമ്പിൾ ചെയ്യാൻ തോന്നുന്നു. ദാറ്റ് ഈസ് ഇന്ത്യയിൽ ഇപ്പോൾ പെട്രോളായിട്ട് ബിസിനസ് നടത്തുന്ന അധികം പേരുണ്ടാവില്ലല്ലോ. ലൈക്ക് ഇഫ് യു ടേക്ക് ഒരു 5-10 people അല്ലേ ഉണ്ടാവുള്ളൂ പ്രോപ്പർലി
But that is what where another example in control over resources. Okay, so basically influences electricity. Correct. Electricity state boards personal correct. Electricity example. So specific resource control power discuss. Okay, this chapter is simple. Basically, but still it is very important. Scoring chapter. Environmental scanning. Okay. Environmental scanning environmental scanning is basically monitoring the environment. Okay. Monitoring the environment. Environment monitoring to understand the internal and external influences. And then we identify opportunity and threat. Okay. OPT. We identify opportunity and threat. They monitor the environment. After that, we identify the opportunity and threat in the business. That's the opportunity and threat and what is the next step for the business. Decisions. ST means strategic decisions. They monitor and identify. That's decisions. Strategic decisions. Okay. So that is what environmental scanning is. They monitor the environment, identify opportunity and threat, then take strategic decisions. That's the environmental scanning, the whole purpose. Why do you have to scan the environment? We have decision environment scan, identify. Why do you have to do that? Our full scanning purpose. Potential change. Changing environment. Okay. Correct. Competitive advantage. Okay. Yeah. The basic purpose of scanning first is understanding potential changes. Okay. Understanding potential changes in business. The technological impact and the communication channels, supply chain, changes. These changes in potential impact our business every day affect. Then only we can control, then only we can respond to the changes. It is very important. The environmental scanning. Okay. The next thing is environmental scanning. The last one is strategic decision making. This strategic decision making, we take decisions from monitoring and identifying opportunity and threat. This acts as an input for strategic decision making. Environmental scanning result, like this is what is beneficial for the business. This is the threat for the business. Result. So that will add to the input for strategic decision making. Okay. And it facilitates strategic thinking. Strategic thinking is strategic level of managers strategic decision making. So avarku vendi oru thinking mechanism help in your environmental scanning. So basically it helps them to think proactively and accordingly respond to business changes adapt maybe. Okay. Okay. Now we will come to the next elements of business environment. We actually discuss it. Internal, external, macro and micro. Internal or external one. Correct.
ഓക്കെ, ഞാൻ ആക്ച്വലി എഴുതിയത് തിരിഞ്ഞുപോയി. ഇത് കറക്റ്റാ, നിങ്ങളുടെ ആൻസർ പറയുന്നത് കറക്റ്റാ. ഞാൻ ആക്ച്വലി എഴുതിയത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, സോറി. ഇത് ഇങ്ങോട്ടും ഇതിങ്ങോട്ടും ആ. ഓക്കെ, ഞാനിപ്പോ വായിച്ചപ്പോൾ അത് മനസ്സിലാക്കി. മൈക്രോ മീൻസ് സ്മോളസ്റ്റ്, അങ്ങനെ ആലോചിച്ചാൽ മതി. മൈക്രോ മീൻസ് ഇറ്റ്സ് സ്മോളസ്റ്റ്. മൈക്രോ ഓർഗാനിസം എന്നൊക്കെ പറയില്ല, മൈക്രോ മീൻസ് ഇറ്റ്സ് സ്മോളസ്റ്റ്. അപ്പൊ ബിസിനസ്സിന് മൈക്രോ എന്താ? സ്മോളസ്റ്റ് മീൻസ് ഇൻസൈഡ് ദി ബിസിനസ്. അപ്പൊ അത് മൈക്രോ ഇപ്പുറത്തും ഇപ്പുറത്താണ്, തെറ്റിപ്പോരുത്. മൈക്രോ ഇസ് ദിസ്, മാക്രോ ഇസ് അപ്പുറത്ത്. ഓക്കെ, അപ്പൊ മൈക്രോയുടെ അക്രോണിം എന്താ? മൈക്രോയുടെ അക്രോണിം ഇസ് ആ മറ്റേ പിങ്ക് കളറിൽ കൊടുത്തേക്കുന്നത് കോസ്മിക്. ദാറ്റ് ഇസ് കസ്റ്റമർ, ഓർഗനൈസേഷൻ, സപ്ലയർ, മാർക്കറ്റ്, ഇന്റർമീഡിയറീസ് ആൻഡ് കോമ്പറ്റീറ്റർ. അതിൽ ഒന്നൊന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, ഇറ്റ് ഇസ് വെരി സെൽഫ് എക്സ്പ്ലനേറ്ററി. കസ്റ്റമർ എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ ഹോൾ പേർപ്പസ് കസ്റ്റമർ തന്നെ. ബിസിനസ് ഇപ്പോൾ ഒരു കസ്റ്റമർ ഇല്ലെങ്കിൽ ദർ ഇസ് നോ ബിസിനസ്. ലൈക്ക് ഒരു പ്രത്യേകിച്ച് ലൈക്ക് ഇഫ് യു വാണ്ട് എ പെൻസിൽ, യു വാണ്ട് എ പെൻസിൽ, അപ്പൊ പെൻസിൽ ഉണ്ടാക്കാനൊരു ബിസിനസ് വേണം. അപ്പൊ ഇഫ് യു ഡോണ്ട് വാണ്ട് എ പെൻസിൽ, ഒരു പെൻസിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. സോ ആ നീഡ് അനുസരിച്ച് പ്രൊഡക്ട്സോ സർവീസസ് അറൈസ് ചെയ്യുന്നു. സോ കസ്റ്റമർ ഇസ് ദി ഹോൾ പേർപ്പസ് ഓഫ് ദി ബിസിനസ്. ദെൻ ദി ഓർഗനൈസേഷൻ, അതായത് ബിസിനസിന്റെ ഹോൾ എൻറ്റിറ്റി, അത് നടത്തുന്ന എൻറ്റിറ്റി. Supplier is the person who provides raw materials or any other input for the business to process. Market എന്ന് പറയുമ്പോൾ the whole external എന്നല്ല, the whole environment where the business is functioning. That is, അത് അവരുടെ എന്താ പറയാ, അവർക്ക് ഒരു ഷോപ്പിൽ നമുക്കിപ്പോ ഗുഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കുമല്ലോ ഒരു ഷോപ്പിൽ. സോ ദാറ്റ് ഈസ് ലൈക്ക് എ മാർക്കറ്റ് ഫോർ ദി ബിസിനസ് ഓൾസോ. നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, അതർവൈസ് വി ക്യാൻ മാർക്കറ്റ് ദി പ്രൊഡക്റ്റ്. അപ്പൊ ദാറ്റ് ബിക്കംസ് എ മാർക്കറ്റ് ഫോർ ദി ബിസിനസ്. പിന്നെ ഇന്റർമീഡിയറീസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഈ സപ്ലയേഴ്സും റീറ്റെയിലേഴ്സിന്റെ ഇടയിൽ ദർ ഇസ് എൻ ഇന്റർമീഡിയറ്റ്. നോർമലി ഹോൾസെയിലേഴ്സ് ആയിരിക്കും, കറക്റ്റ്, ഡീലേഴ്സ്. ഹോൾസെയിൽ ഡീലേഴ്സ് ഉണ്ടാവും, നോർമൽ ഡീലേഴ്സ് ഉണ്ടാവും. അപ്പൊ സപ്ലയേഴ്സ് നിന്ന് സാധനങ്ങൾ ഹോൾസെയിലിൽ എടുത്തിട്ട് ഈ ഹോൾസെയിലേഴ്സ് റീറ്റെയിൽസിന് വീണ്ടും ഹോൾസെയിൽ ആയിട്ട് കൊടുക്കും. റീറ്റെയിലേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തരും, ലൈക്ക് നോട്ട് ഓൺ ഹോൾസെയിൽ പ്രൈസ്, പക്ഷെ റീറ്റെയിൽ പ്രൈസിൽ. സോ ദാറ്റ് ഇസ് ഇന്റർമീഡിയറീസ്. പിന്നെ വരുന്നത് കോമ്പറ്റീറ്റേഴ്സ് ആർ അഗൈൻ റൈവൽറീസ് ഇൻ ദി ബിസിനസ്. ഒരേ ബിസിനസ് ലൈനിലുള്ളവര്, യെസ്, ദേ കമ്പീറ്റ് ഫോർ റിസോഴ്സസ്. ടെക്നോളജി, എന്ത് ചേഞ്ചസ് വന്നാലും അവർക്ക് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും, ബിക്കോസ് ദേ വോണ്ട് ടു ബിക്കം ബെറ്റർ ദൻ ദി അതർ ബിസിനസ്. എന്നാലേ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, സർവൈവൽ ഉണ്ടാവുള്ളൂ. സോ എല്ലാ ഒബ്ജക്റ്റീവ്സും കിട്ടാൻ വേണ്ടി ദേ നീഡ് ടു കോമ്പീറ്റ്. അപ്പൊ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ ദേ നീഡ് ടു ബി കോമ്പറ്റീറ്റീവ് ഇൻ ദി എൻവയറമെന്റ്. അപ്പൊ അതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ മൈക്രോ എൻവയറമെന്റിന്റെ കോസ്മിക് ആണ്. ദാറ്റ് ഈസ് കസ്റ്റമർ, ഓർഗനൈസേഷൻ, സപ്ലയർ, മാർക്കറ്റ്, ഇന്റർമീഡിയറീസ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്. ഇനി മാക്രോ എൻവയറമെന്റ് എനിക്ക് അവിടെ എഴുതാൻ സ്ഥലം ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഷോർട്ട് ഫോം എഴുതിയത്. സോ ഇഫ് സംബഡി കുഡ് ആക്ച്വലി കംപ്ലീറ്റ് ദാറ്റ്, ആ പോർഷൻ തീരും. അതെന്താണ്? വാട്ട് ഈസ് PES, പെസ്ലെ ഡി, അതൊന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് പറയാമോ എന്തൊക്കെയാണെന്ന്? ചാറ്റ് ബോക്സിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ഹൗ. ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഓർ ഷുഡ് ഐ? Okay. So basically, correct. Political, economical, social, technological, legal, and also demographic environment വരുന്നുണ്ട്. Basically, PESLE എന്ന് പറയുമ്പോൾ എല്ലാം environment factors എല്ലാം വരുന്നുണ്ട്. Macro means bigger picture, external environment. ഇപ്പൊ മൈക്രോ എന്ന് പറയുമ്പോൾ ഇന്റേണൽ എൻവയറമെന്റ് ആണ്. മാക്രോ ഇസ് എക്സ്റ്റേണൽ എൻവയറമെന്റ്. അപ്പൊ എക്സ്റ്റേണൽ എൻവയറമെന്റിൽ എന്തൊക്കെയാ വരുന്നത്? വിച്ച് ഇസ് നോട്ട് വിത്തിൻ ദ പെർവ്യൂ ഓഫ് ദി ബിസിനസ്. ബിസിനസിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ മാക്രോ എൻവയറമെന്റ്. ദാറ്റ് ഇസ് ഔട്ട് ഓഫ് ദെയർ കൺട്രോൾ. മാക്രോന്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാ? ഡെമോഗ്രാഫിക് എൻവയറമെന്റ് ഉണ്ട്, വിച്ച് ഇസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ ഇൻ an area. Political environment, that is P. Political environment is P. Okay, political environment എന്താ? ഗവൺമെന്റ് വരും, legal systems, political parties and other political
ഇതൊക്കെ വരുന്നത് ഫുൾ ഈ ഗവൺമെന്റ് റിലേറ്റഡ് തിങ്സ് ആയിരിക്കും ബേസിക്കലി പൊളിറ്റിക്കൽ എൻവയറമെന്റിനകത്ത് വരിക. സോ ബേസിക്കലി ഒരു ലോ അല്ലെങ്കിൽ ഒരു റൂൾ ദാറ്റ് എഫക്ട്സ് ദ ബിസിനസ് ഡയറക്ട്ലി. പിന്നെ എക്കണോമിക് എൻവയറമെന്റ്. എക്കണോമിക് എൻവയറമെന്റ് എന്താ? ഡിമാൻഡ്, സപ്ലൈ, ടാക്സ് റേറ്റ്സ്, ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, സ്റ്റോക്സ്, ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വാട്ട് എവർ എഫക്ട്സ് ദി ഹോൾ ഗ്ലോബൽ മാർക്കറ്റ് സിനാരിയോ, FII അങ്ങനെ കുറെ ഇൻഡെക്സസ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ആയിരിക്കും ഈ എക്കണോമിക് എൻവയറമെന്റിൽ വരുന്നത്. GDP, യെസ് കറക്റ്റ്, എവറിത്തിങ് എക്കണോമിക്സിന്റെ അടിയിൽ വരുന്ന എല്ലാം കോൺസ്റ്റിറ്റ്യൂട്ട്സ് എക്കണോമിക് എൻവയറമെന്റ്. പിന്നെ വരുന്നത് S ആണ്. S സോഷ്യോ കൾച്ചറൽ. അപ്പൊ സോഷ്യൽ ബിലീഫ്സ് ഉണ്ടാവും, കൾച്ചറൽ വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും ഉണ്ടാവും ആൾക്കാർക്ക്. സോ ദാറ്റ് ഈസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യനെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ there are a lot of cultures within the country, traditions, അങ്ങനത്തെ കുറെ വാല്യൂസ് ഉണ്ടാവും. ഇപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ട്രഡീഷൻസ്, കൾച്ചർ, കാസ്റ്റ്, റിലീജിയൻ, അങ്ങനെ കുറെ ഓൾസോ കാസ്റ്റ് റിലീജിയൻ ഒന്നും അല്ലെങ്കിലും there are certain traditions for separate states also, customs, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ സോഷ്യോ കൾച്ചറൽ എൻവയറമെന്റിൽ വരും. അപ്പൊ സോഷ്യോ കൾച്ചറൽ എൻവയറമെന്റ് അനുസരിച്ചും ബിസിനസ് ഇസ് എഫക്റ്റഡ് ഡയറക്ട്ലി. Then comes ടെക്നോളജിക്കൽ എൻവയറമെന്റ്. ടെക്നോളജിക്കൽ എൻവയറമെന്റ് എന്താ? ടെക്നോളജിക്കൽ എൻവയറമെന്റ് ഇസ് ടെക്നോളജി, അപ്കമിങ് ടെക്നോളജി. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ചേഞ്ചിങ് ആണ് ബിസിനസ് എൻവയറമെന്റ്. അപ്പോൾ ടെക്നോളജി ഒക്കെ ഒരുപാട് മാറും. ഇപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിച്ച ടെക്നോളജി വെച്ച് ഇഫ് യു ക്യാൻ പ്രൊഡ്യൂസ് 10,000 യൂണിറ്റ്സ് ഇൻ എ ഡേ, നാളെ ചിലപ്പോൾ നമുക്ക് ഡിമാൻഡ് വിൽ ബി നോട്ട് 10,000 യൂണിറ്റ്സ്, ചിലപ്പോൾ 1 lakh യൂണിറ്റ്സ് വേണം. അപ്പൊ നാളെ ഇഫ് യു വാണ്ട് ടു പ്രൊഡ്യൂസ് 1 lakh യൂണിറ്റ്സ്, ഈ 10,000 വെച്ച് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ടേക്ക് 10 days ടു പ്രൊഡ്യൂസ് 10,000. അതും ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ അത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി ബിസിനസ്സസ് ഫുൾ കപ്പാസിറ്റിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ദർ ഇസ് ലൈക്ക് എ ബഫർ ഓർ ലൈക്ക് ഒരു പ്രൂഡൻസ്, കൺസർവേറ്റീവ്സ് നമ്മൾ വെക്കാറുണ്ട്. ലൈക്ക് 90%, 80%, 70% ഒക്കെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ യു കാൻ പ്രൊഡ്യൂസ് അറ്റ് ദാറ്റ് പേസ്. അപ്പൊ അത്രയും ഡിമാൻഡ് എത്തിക്കാൻ പറ്റില്ല. പക്ഷെ അത്രയും ഡിമാൻഡ് എത്തിക്കാൻ പറ്റുന്ന കമ്പനീസ് വിൽ ടേക്ക് ആൻ അഡ്വാൻറ്റേജ് ഓവർ യു. അപ്പൊ അങ്ങനെ എത്താണ്ടിരിക്കാൻ യു നീഡ് ടു ബി അപ്ഗ്രേഡഡ് ഇൻ റെസ്പെക്ട് ടു ടെക്നോളജി ഓൾസോ. ദാറ്റ് ഈസ് ടെക്നോളജിക്കൽ. D നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഡെമോഗ്രാഫിക്. അപ്പൊ മാക്രോ മൈക്രോ ക്ലിയർ ആയില്ലേ? Macro, micro clear ആയി. Then we are coming to the next portion, global companies. Global companies. ഇത് ഞാൻ ഒരുപാട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. ദിസ് ഇസ് ലൈക്ക് എ വെരി സിമ്പിൾ പോർഷൻ. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാന്നേ ഉള്ളൂ. എന്നാൽ ഈ നോട്ട്സ് വെച്ചാൽ മാക്സിമം ഷോർട്ട് ആക്കിയിട്ടുണ്ട്. സോ ലെറ്റ് us see. Basically global company എന്ന് വെച്ചാൽ it is an integration of the world into one market. അപ്പൊ പല രീതിയിലെ ബിസിനസ്സും ഫ്രം ഡിഫറെന്റ് കൺട്രീസ്, ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, ഇതെല്ലാം കൂടി ഒരു മാർക്കറ്റ് ആവും. That is what is called globalization. Several manufacturing locations ഉണ്ടാവും and it constitutes of diversified industries and it helps them to compete in different markets. ഈ globalization എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് തന്നെ ഡിഫറെന്റ് മാർക്കറ്റ്സിൽ ഉണ്ടാവും. ഓക്കെ, സോ ദി മേജർ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ആട്രിബ്യൂട്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്തൊക്കെയാ? ഫസ്റ്റ്, ഇറ്റ്സ് എ കോൺഗ്ലോമറേറ്റ്. Conglomerate of multiple units linked with common ownership. Conglomerate എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലത്തെ കുറെ കമ്പനീസ് ഒരുമിച്ച് വരും and they have a common ownership and അവർ ഒരുമിച്ചായിരിക്കും ബിസിനസ് നടത്തുന്നത് in that environment. That is the meaning of conglomerate. കോമണിന്റെ അടിയിൽ രണ്ട് പോയിന്റ്സ് ഉണ്ട്. വൺ ഇസ് റിസോഴ്സ് ആൻഡ് ടു ഇസ് സ്ട്രാറ്റജീസ്. കോമൺ ഓണർഷിപ്പ് ആയതുകൊണ്ട് ദേ ഹാവ് കോമൺ പൂൾ ഓഫ് റിസോഴ്സസ്. കോമൺ പൂൾ ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഒരേ ബിസിനസ്സിന് ദേ ക്യാൻ ഗെറ്റ് റിസോഴ്സസ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. അപ്പോൾ ദാറ്റ് ഇസ് എൻ ആഡഡ് അഡ്വാൻറ്റേജ്. നമ്മൾ ബിസിനസ്സസ് ഇങ്ങനെ കമ്പീറ്റ് ചെയ്യുമ്പോൾ
ഒരുപാട് റിസോഴ്സസിന് വേണ്ടിയുള്ള പ്രശ്നം വരില്ല. സോ യു ഹാവ് എ കളക്ഷൻ ഓഫ് റിസോഴ്സസ്. കോമൺ സ്ട്രാറ്റജീസും ആയിരിക്കും. ബിക്കോസ് ഒരേ ഇൻഡസ്ട്രിയിലുള്ള ബിസിനസ് ആയതുകൊണ്ട് they would have a certain rate of profit margin per year. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ വേണമെങ്കിൽ ലൈക്ക് 10% മാർജിൻ ആയിരിക്കണം ഒരു കൊല്ലം ഉണ്ടാവേണ്ടതെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിംഗിൽ എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു കോൺഗ്ലോമറേറ്റിന് 10% ആയിരിക്കും ഒരു യൂണിഫോം റേറ്റ്. അപ്പൊ അതേപോലെ ഒരു കോമൺ സ്ട്രാറ്റജി ഉണ്ടാവും, വാട്ട് ദേ ഷുഡ് അച്ചീവ് ഓർ വാട്ട് ദേ ഷുഡ് ബി ലൈക്ക് ദ ഹോൾ എന്താ പറയാ ഹോൾ ഇൻഡസ്ട്രി എങ്ങനെയായിരിക്കും ഫങ്ഷൻ ചെയ്യണത്. ആൻഡ് ഗ്ലോബലൈസേഷനിലോട്ട് പോവാൻ 4 മെത്തേഡ്സ് ഉണ്ട്, 4 വേസ് ഉണ്ട്, വിച്ച് ഐ ഹാവ് നോട്ട് റിട്ടൺ. ഞാൻ വെറുതെ മെൻഷൻ ചെയ്ത് പോവാം. ഫസ്റ്റ് ഇസ് എക്സ്പോർട്ടിങ്. എക്സ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്ന് നമ്മളിപ്പോൾ ദുബായിലോട്ട് ഒരു സാധനം വി ആർ സെൻഡിങ് എ ഗുഡ് സോർട്ട് ഓഫ് സർവീസ്, ദാറ്റ് ഈസ് എക്സ്പോർട്ടിങ്. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കോമൺ പൂൾ ഓഫ് റിസോഴ്സസ് നേരത്തെ ടൈപ്പ് ചെയ്താണോ? ഓക്കെ ഓക്കെ ഫൈൻ, താങ്ക് യു. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നു, ഇപ്പോൾ ഒരു അപ്സര പെൻസിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് ദുബായിലോട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നു. അപ്പൊ ദുബായിൽ സെൻഡ് ചെയ്യുമ്പോൾ ദുബായിൽ ദർ ഇസ് നോ മാർക്കറ്റ് ഫോർ അപ്സര പെൻസിൽ, അവിടെ വേറെ പല പെൻസിൽസ് ആയിരിക്കും. സോ ഇന്ത്യയുടെ പ്രൊഡക്റ്റ് ആണ് അപ്സര പെൻസിൽസ്. സോ വെൻ യു സെൻഡ് ഇറ്റ് ടു ദുബായ്, ദുബായിൽ ഒരു മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ അപ്സര പെൻസിൽസ് ദുബായിലും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരും ഫ്രം ഇന്ത്യ. ഓക്കെ, അപ്പോ എക്സ്പോർട്ടിൽ കൂടെ വി ക്യാൻ ഗെറ്റ് ഇൻ ടു ഫോറിൻ മാർക്കറ്റ്സ്. അപ്പൊ ഗ്ലോബലൈസേഷൻ എൻട്രി ചെയ്യാൻ ഒരു മെത്തേഡാണ് എക്സ്പോർട്ട്. സെക്കൻഡ് വൺ ഇസ് ലൈസൻസിങ് ഓർ ഫ്രാഞ്ചൈസിങ്. ലൈസൻസിങ് ഓർ ഫ്രാഞ്ചൈസിംഗിന്റെ എക്സാമ്പിൾസ് എന്താന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഫോറിൻ കമ്പനീസ് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ദേ സെറ്റപ്പ് ഷോപ്സ് ഇൻ ഇന്ത്യ. അപ്പൊ ആ ഷോപ്സ് നടത്തുന്നത് ആ കമ്പനി ഡയറക്ട്ലി ആയിരിക്കില്ല, ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരാള്, ഏതെങ്കിലും ഒരു ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ലൈസൻസ് എടുക്കും ആൻഡ് ദേ റൺ ദാറ്റ് ബിസിനസ്. അവരുടെ പേരിൽ ഇവർ റൺ ചെയ്യും. KFC, സ്റ്റാർബക്സ്, യെസ്, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. താങ്ക് യു. KFC ഉണ്ട്, സ്റ്റാർബക്സ് ഉണ്ട്, അപ്പൊ അത്രയും ഓർത്തിരുന്നാൽ മതി. സോ ദാറ്റ് ഈസ് ലൈസൻസിങ് ഓർ ഫ്രാഞ്ചൈസിങ്. പിന്നെ ജോയിന്റ് വെഞ്ചറാ. ജോയിന്റ് വെഞ്ചർ ഇസ് വെരി സിമ്പിൾ. ജോയിന്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ 2 ബിസിനസ്സസ് ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് മെർജർ. അപ്പോൾ ഒരുമിച്ച് വരും. ദേ ഹാവ് എ കോമൺ പൂൾ ഓഫ് റിസോഴ്സസ്, കോമൺ ഓണർഷിപ്പ് ആയിരിക്കും, കോമൺ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും, ദേ ഫങ്ഷൻ ടുഗെദർ. ആൻഡ് അതുകൊണ്ട് തന്നെ അവരുടെ റിസ്ക്കും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഷെയർഡ് ആയിരിക്കും. ബേസിക്കലി ഇപ്പോൾ ഒരു ബിസിനസ് ലോസിലോട്ട് വന്നു കഴിഞ്ഞാൽ ലോസ് വിൽ ബി ഷെയർഡ് വിത്ത് ദ ബിസിനസ്. അത് ഒരാൾക്ക് മാത്രം ബെയർ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. FDI ഇസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യത്തെ ബിസിനസ്സിലെ ഫോറിൻ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. സോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്റ്റേണൽ ട്രേഡ് റൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമായിരിക്കും. ഇപ്പൊ ബേസിക്കലി ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യൻ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ബിക്കംസ് ലൈക്ക് എ ഗ്ലോബൽ കമ്പനി. ഇപ്പോൾ ബേസിക്കലി MNCs ഒക്കെ അങ്ങനെ ആയിരിക്കും. അപ്പൊ 4 എണ്ണം ആയിരിക്കും. ഓക്കെ, സോ ബേസിക്കലി exporting, licensing or franchising, പിന്നെന്താ ജോയിന്റ് വെഞ്ചർ, പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഈ 4 എണ്ണം എന്താ? ദീസ് ആർ ദി മെത്തേഡ്സ് ഓഫ് എൻറ്ററിങ് ഇൻ ടു ദി ഗ്ലോബൽ മാർക്കറ്റ്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലൂടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ദീസ് ആർ ദി മെത്തേഡ്സ്. ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, ബട്ട് ഒരുപാട് ചോദിച്ചിട്ടില്ല. ആൻഡ് ഓൾസോ MCQ ചോദിക്കാം. MCQ മേ ബി എക്സ് ലിമിറ്റഡ് ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ക്യാൻ ആസ്ക് ദി ക്വസ്റ്റ്യൻ. അപ്പൊ ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി നമ്മൾ പോകുന്നത് ആട്രിബ്യൂട്ട്സ് ഓഫ് എ ഗ്ലോബൽ കമ്പനി. ഗ്ലോബൽ കമ്പനിയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ആട്രിബ്യൂട്ട്സ് എന്താ? ഫസ്റ്റ് വൺ ഇസ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇന്റഗ്രേഷൻ ഓഫ് നമ്മള് ഗ്ലോബലൈസേഷന്റെ ഡെഫിനിഷൻ പറഞ്ഞില്ലേ, ഇന്റഗ്രേഷൻ ഓഫ് ദ വേൾഡ് ഇൻ ടു വൺ മാർക്കറ്റ്. സോ ദാറ്റ് ഇസ് വാട്ട് ഇന്റഗ്രേഷൻ മീൻസ്. നമ്മൾ പല കാര്യങ്ങളും ഒന്നായി വരിക. ദാറ്റ് ഇസ് വാട്ട് ഇന്റഗ്രേഷൻ ഇസ്.
അപ്പോൾ ഒരുപാട് മാർക്കറ്റ്സ് ഒരുമിച്ച് ഗ്ലോബൽ മാർക്കറ്റ് ആയിട്ട് ഒന്നായിട്ട് വരുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ഇന്റഗ്രേഷൻ. ഓക്കെ. പിന്നെ ഇൻക്രീസ് ഇൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഡിക്രീസ് ഇൻ ട്രേഡ് ബാരിയേഴ്സ്. ഇത് രണ്ടും ഒരുമിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുള്ളൂ. ഇൻക്രീസ് ഇൻ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ്സസ് കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആവും. ആൻഡ് ഡിക്രീസ് ഇൻ ബാരിയേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ദ മാർക്കറ്റ് ഇസ് ഓപ്പൺ. ഇന്ത്യയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ചെയ്യാം, പുറത്ത് ചെയ്യണമെങ്കിൽ പുറത്തും ചെയ്യാം. സോ മാർക്കറ്റ് ഇസ് വെരി ഓപ്പൺ. നമുക്ക് ആ ട്രേഡ് ബാരിയേഴ്സ് ഒന്നും ഇനിയില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഫുൾ ഓപ്പൺ അപ്പ്. അപ്പൊ ആ ഗ്ലോബലൈസേഷൻ വന്നേ പിന്നെ ബാരിയേഴ്സ് ഒക്കെ പോയി. നെക്സ്റ്റ് ഇസ് എഫക്റ്റീവ്നെസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ബിസിനസ്. അത് കൂടും, ബിക്കോസ് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഒരുപാട് what you can say, ഒരുപാട് റിസോഴ്സസും ബേസിക്കലി ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് കൂടാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. കാരണം നമുക്ക് ഒരുപാട് റിസോഴ്സസ് വരുമ്പോൾ അത് നമ്മൾ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പൊ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ബേസിക്കലി നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടും, ബിസിനസിന് പ്രൊഡക്ടിവിറ്റി കൂടും, വിച്ച് ഇസ് എഫക്റ്റീവ്നെസ്. അപ്പൊ എഫക്റ്റീവ്നെസ് കൂടുവാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ സർവീസിന്റെ ക്വാളിറ്റി വിൽ ഓൾസോ ഇൻക്രീസ്. ക്വാളിറ്റി കൂടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കസ്റ്റമർ ബേസ് വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പോൾ ദാറ്റ് ഇസ് ദാറ്റ് ഹോൾ. ഇതിന് ഇനിയും ഉണ്ട് ആക്ച്വലി. എഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഹെഡിലാണ് ഇത് വരുന്നത്. ഞാൻ ബേസിക്കലി ഇപ്പോൾ ഒരു 5 പോയിന്റ് എടുത്തുള്ളൂ. ഇതിന്റെ അടിയിൽ ഇനി ഒരു ഐ തിങ്ക് 4-5 പോയിന്റ്സ് അതെ. അപ്പൊ അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, എനിക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. പിന്നെ വേറെ ഒരു പോയിന്റ് കൂടി ഉണ്ട് ബിഫോർ ഗോയിങ് ഇൻ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. ഈ ഗ്ലോബലൈസേഷന്റെ എക്സ്പാൻഷന്റെ 4 ടൈപ്സ് പറഞ്ഞല്ലോ, വിച്ച് ഇസ് എക്സ്പോർട്ടിംഗ്, ലൈസൻസിങ്, ജോയിന്റ് വെഞ്ചർ, FDI. അതേപോലെ തന്നെ there are 3 approaches to globalization. ഫസ്റ്റ് അപ്രോച്ച് എന്താ? ഫസ്റ്റ് അപ്രോച്ച് ഇസ് മൾട്ടി ഡൊമസ്റ്റിക് അപ്രോച്ച്. മൾട്ടി ഡൊമസ്റ്റിക് അപ്രോച്ച് എന്ന് വെച്ചാൽ വാട്ട് ഇസ് ഡൊമസ്റ്റിക്? ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ അല്ലാത്തത്. ഓക്കെ. ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ അകത്ത് തന്നെ they will achieve a greater market. So multi domesticന്റെ ഹൈലൈറ്റ് ചെയ്യുന്ന വേർഡ് എന്താന്ന് വെച്ചാൽ ലോക്കൽ റെസ്പോൺസിവ്നെസ്. അതായത് നമ്മുടെ കൺട്രിയിൽ, നമ്മുടെ ഏരിയയിൽ തന്നെ, അതായത് ചുരുക്കത്തിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ലാംഗ്വേജിൽ പറഞ്ഞ അച്ചീവിംഗ് ലോക്കൽ റെസ്പോൺസിവ്നെസ് ഇൻ ദി ഡെമോഗ്രാഫിക് എൻവയറമെന്റ്. ഡെമോഗ്രാഫിക് എൻവയറമെന്റ് എന്താ? ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ ഇൻ ആൻ ഏരിയ. അപ്പൊ ഒരു ഏരിയയില് പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ നമ്മൾ അതില് റെസ്പോൺസിവ്നെസ് എടുക്കുക. ഓക്കെ. അപ്പൊ ലോക്കൽ റെസ്പോൺസിവ്നെസ്സിനാണ് മൾട്ടി ഡൊമസ്റ്റിക് സ്ട്രാറ്റജി വരുന്നത്. നെക്സ്റ്റ് ഇസ് ഗ്ലോബൽ. ഗ്ലോബൽ ഈസ് അഗൈൻ ഗ്ലോബലൈസേഷൻ. നമ്മൾ എക്സ്പാൻഡിങ് ഇൻ ടു അതർ കൺട്രീസ്. ബൗണ്ടറിലെസ് കൊളാബറേഷൻ എന്നും പറയാം. സോ ഗ്ലോബലൈസേഷൻ എക്സ്പാൻഷൻ ഒക്കെ പോലെ തന്നെ ഗ്ലോബൽ അപ്രോച്ച്, വിച്ച് ഇസ് ബൗണ്ടറി ഇല്ലാണ്ട് യു ആർ എക്സ്പാൻഡിങ് ഇൻ ടു ദി മാർക്കറ്റ്. Next is transnational. Transnational എന്താ? Transnational എന്ന് വെച്ചാൽ it is 1 and 2. 1 and 2 എന്ന് വെച്ചാൽ ഇത് രണ്ടും മൾട്ടി ഡൊമസ്റ്റിക്കിന്റെയും ഗ്ലോബലൈസേഷന്റെയും മിക്സ് ആയിരിക്കും ട്രാൻസ്നാഷണൽ, വിച്ച് ഇസ് അച്ചീവിംഗ് ലോക്കൽ റെസ്പോൺസീവ്നെസ് ആൻഡ് ഗ്ലോബൽ ഇന്റഗ്രേഷൻ. ഓക്കെ. ഇത് അത്രയും അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ അല്ല, അതുകൊണ്ട് ഞാനത് ലാസ്റ്റ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. ബട്ട് അറിഞ്ഞിരിക്കാം, നാളെ MCQ കംസ്, ആ ഒരു മാർക്ക് അതിനു വേണ്ടി കളയുന്നില്ല. സോ യു ക്യാൻ ബി പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. നൗ വി ആർ കമ്മിങ് ടു ഓൾമോസ്റ്റ് ചാപ്റ്റർ തീരാറായി. ഒരു 2 കോൺസെപ്റ്റ്സും കൂടി ഉള്ളൂ, വിച്ച് ഇസ് സ്ട്രാറ്റജിക് റെസ്പോൺസ് ടു എൻവയറമെന്റ്. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫാസ്റ്റ് ഒന്നുമല്ലല്ലോ. Okay. Strategic response to environment. Strategic response to environment എന്താ? നമ്മൾ എൻവയറമെന്റ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. കൺസിഡർ ചെയ്തിട്ട് അതിന് കൺസിഡർ ചെയ്തു, ലൈക്ക് ഓക്കെ ഇതാണ് ഇന്റേണലി നടക്കുന്നത്, ഇതാണ് എക്സ്റ്റേണലി നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. യു നീഡ് റെസ്പോണ്ട്. ലൈക്ക് നമ്മൾ നോർമലി ലൈഫിലാണെങ്കിലും അങ്ങനെ തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഓക്കെ ഫൈൻ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഷുഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. സൊല്യൂഷൻ കിട്ടിയാൽ യു ക്യാൻ റെസ്പോണ്ട് ടു ഇറ്റ്. അപ്പൊ അതേ സെയിം സ്ട്രാറ്റജി ബിസിനസിന് അപ്ലിക്കബിൾ ആണ്. ബിസിനസിന് അപ്ലിക്കബിൾ ആവുന്നത് എങ്ങനെയാ?
strategic response to environment. Our response ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. There are 3 approaches to that. First one is least resistance. അത് വേർഡിങ്സിൽ തന്നെ ആക്ച്വലി യു ക്യാൻ എക്സ്പ്ലെയിൻ. എല്ലാത്തിലും ഈ 3 എണ്ണത്തിലും യു ക്യാൻ എക്സ്പ്ലെയിൻ ത്രൂ ആ ഒരു ഹെഡിങ് തന്നെ. ലീസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? ബേസിക്കലി ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ് റെസിസ്റ്റ് ടു ചേഞ്ച്. ഇപ്പൊ നാളെ എന്ത് ചേഞ്ച് വരുവാണെങ്കിലും അതിപ്പോ പ്രൊഫഷണൽ ആവട്ടെ പേഴ്സണൽ ആയിക്കോട്ടെ, വെൻ യു ആർ ഇൻട്രൊഡ്യൂസ് ടു എ ചേഞ്ച്, പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് ഇല്ലാന്നേ പറയുള്ളൂ. ലൈക്ക് വിൽ not be ready to accept it. Appa resistance is like common for everyone, like individuals aikote business entity aikote, resistance is inevitable. First oru change vanna aadhe resist cheyallu, then after that only we try to accept the change. Appa least resistance nu parayumbo that is basically a passive response. Passive nu parayumbo endha? Active allathathu. Ivide actually oru 4 concepts undu like complement cheyidu povunnathu. First is passive and active. Next is proactive and reactive. ഈ proactive എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Proactive is active response. Reactive is passive response. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് is reactive. അതിന് മുമ്പേ നമ്മൾ അറിഞ്ഞ് how to approach നോക്കി വെക്കുന്നത് is proactive. അപ്പോ ഈ പാസീവ് റെസ്പോൺസിനാണ് ലീസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ പാസീവ് റെസ്പോൺസ് കാരണം എന്ത് പറ്റും? ബിസിനസ്സിന് ഗ്രോത്ത് ഒരുപാട് നടക്കില്ല. യു ബിക്കം മിയർലി ഓൺ എ സർവൈവൽ ഒബ്ജക്റ്റീവ്. ഗ്രോത്ത് ഒബ്ജക്റ്റീവ് അധികം ബിസിനസ്സിന് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. സാധാരണ ബിസിനസ്സിന് ഡേ ടു ഡേ ഗോൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ സർവൈവ് ഇൻ എ ഡീസെന്റ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് ലോങ് ടേമിന് ഗ്രോത്ത് നോക്കി പോകാൻ പറ്റില്ല ഫോർ ലീസ്റ്റ് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി അല്ല അപ്രോച്ച്. നെക്സ്റ്റ് ഇസ് പ്രൊസീഡ് വിത്ത് കോഷൻ. പ്രൊസീഡ് വിത്ത് കോഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റെസിസ്റ്റൻസിനെക്കാട്ടും കുറച്ചുകൂടി നമ്മൾ നീങ്ങി, കുറച്ചുകൂടി അക്സെപ്റ്റൻസിലോട്ട് നീങ്ങി. വി ആർ റെഡി ടു പ്രൊസീഡ് ബട്ട് വിത്ത് കോഷൻ. കുറച്ചുകൂടി ഒരു കൺസർവേറ്റീവ് അപ്രോച്ചാണ്. ആൻഡ് ഈ ഒരു അപ്രോച്ചിലും വി മോണിറ്റർ ആൻഡ് അനലൈസ് ദി എൻവയറമെന്റ് ആൻഡ് ഡെവലപ്പ് സ്ട്രാറ്റജീസ് അക്കോർഡിംഗ്ലി. ഡൈനമിക് റെസ്പോൺസ്. ഡൈനമിക് റെസ്പോൺസ് എന്താ? ഡൈനമിക് റെസ്പോൺസ് ഇസ് basically proactive. Business environment is dynamic, so you need to be adjusting to the environment for you to survive in the long term. Quick response to change, correct. Business മാറുന്നോറും നമ്മൾ അത് അഡാപ്റ്റ് ചെയ്തിട്ട് we should respond quickly to change, correct. So change അനുസരിച്ച് alternative courses of action we should take. അപ്പോൾ basically ഇതൊന്ന് ചുരുക്കി കാണിക്കുവാണെങ്കിൽ ഫോർ യു ടു ഈസിലി റിമെമ്പർ, ഈ LPD എന്ന് പറയുന്ന നിമോണിക് ഉണ്ട്. സ്ട്രാറ്റജിക് റെസ്പോൺസ് ഉണ്ട്, LPD, ലീസ്റ്റ് റെസിസ്റ്റൻസ്, പ്രൊസീഡ് വിത്ത് കോഷൻ, ഡൈനാമിക് റെസ്പോൺസ്. അതിലാണ് കുറച്ചുകൂടി നമ്മുടെ ഒരു നോർമൽ ലാംഗ്വേജിൽ ഇത് പുട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി. ലീസ്റ്റ് റെസിസ്റ്റൻസ് പറയുമ്പോൾ വിഷ്വലൈസ് ദിസ് റെഡ് കളർ, പ്രൊസീഡ് വിത്ത് കോഷൻ ഇസ് യെല്ലോ കളർ ആൻഡ് ഡൈനാമിക് റെസ്പോൺസ് ഇസ് ഗ്രീൻ കളർ. ഇത് കണ്ടിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ട പോലെ ഉണ്ടോ? എല്ലാ ദിവസവും പൊതുവെ കാണുന്നതാണ്. സിഗ്നൽ കറക്റ്റ് ചെയ്യാ. അപ്പൊ ലീസ്റ്റ് റെസിസ്റ്റൻസ് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് വി ഹാവ് എൻ ഒബ്സ്റ്റക്കിൾ, വി നീഡ് ടു സ്റ്റോപ്പ്. അതാണ് റെഡ് കളർ ഞാൻ കൊടുത്തത്, ട്രാഫിക് സിഗ്നൽ. കറക്റ്റ്. പ്രൊസീഡ് വിത്ത് കോഷൻ എന്ന് പറയുമ്പോൾ യെല്ലോ ആകുമ്പോൾ ബേസിക്കലി യു കാൻ ഗോ അറ്റ് ദാറ്റ് സ്പീഡ്. പക്ഷെ എന്നാലും നോക്കി കൺസർവേറ്റീവ്, യു ഷുഡ് ലുക്ക് അറ്റ് ബോത്ത് ദ സൈഡ്സ്. അപ്പുറത്ത് ഇപ്പുറത്ത് വണ്ടികളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട്. ഡൈനാമിക് റെസ്പോൺസ് പറയുമ്പോൾ ക്വിക്ലി യു ഷുഡ്, അതാണ് പച്ച ലൈറ്റ് ആകുമ്പോൾ യു ഷുഡ് ഗോ, അപ്പൊ പിന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ബേസിക്കലി അത് ഇപ്പൊ എനിക്ക് കിട്ടിയതാണ്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് ഈസിയർ ടു റിമെമ്പർ ഓൾസോ. ലീസ്റ്റ് റെസിസ്റ്റൻസ്, പ്രൊസീഡ് വിത്ത് കോഷൻ, ഡൈനാമിക് റെസ്പോൺസ്. ഓക്കെ, now we are coming to ഈ പോർട്ടേഴ്സ് അനാലിസിസ് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലാസ്റ്റ് ഒരു 3 കോൺസെപ്റ്റ്സ് ഉണ്ട് വിച്ച് ഇസ് വെരി സിമ്പിൾ. പക്ഷെ അത് എക്സാമില് ചോദിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇസ് ഒരു കിരറ്റ്സു എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വിച്ച് ഇസ് എ ജാപ്പനീസ് മോഡൽ. അത് മാത്രം ഒന്ന് പറഞ്ഞുതരാം. ബാക്കിയുള്ളത് ജസ്റ്റ് ഐ വിൽ മെൻഷൻ ഇറ്റ്, നിങ്ങളൊന്ന് പോയി വായിച്ചോളൂ.
Okay, Kiretsus. ഇത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് പഠിച്ചിട്ടുണ്ടോ? Okay, Kiretsus എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? Kiretsus is very simple. It is a Japanese model of business management. Cooperative society. Yeah. Japanese model ആണ് cooperative society. The Japanese model ആണ് Kiretsus. Okay, so ഇതിപ്പോ basically there are a group of companies. Okay, Kiretsus എന്ന് പറയുമ്പോൾ എന്താ? Group of companies. It's a large cooperative network. They have board members in common. Appo idinne manasilakkiya it's a large group of companies. It's a cooperative network. And they have board members in common. And they own significant amount of stock in each other. And ഒരുപാട് functions they share. That is purchase, distribution. അങ്ങനത്തെ ഓരോരോ ഫങ്ഷൻസ് ഉണ്ട് ബിസിനസ്സിന്, അത് അവർ ഷെയർ ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് കിരെറ്റ്സു മീൻസ്. അപ്പൊ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജാപ്പനീസ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് കിരെറ്റ്സു എന്ന് പറയുന്നത്. അതേപോലത്തെ ഒരു രണ്ട് കോൺസെപ്റ്റ്സ് കൂടി ഉണ്ട്. വൺ ഇസ് കാർട്ടലൈസേഷൻ. കാർട്ടലൈസേഷൻ എന്ന് വെച്ചാൽ കാർട്ടൽസ് എന്ന് പറയും. കാർട്ടൽസ് ഇസ് ബേസിക്കലി ഗ്രൂപ്പ് ഓഫ് ബിസിനസ്. Okay, അപ്പൊ അങ്ങനെ കാർട്ടൽസ് ആയിട്ട് പീപ്പിൾ ഡു നോട്ട് നോ ദ റിലേഷൻഷിപ്പ്. ഓക്കെ, കാർട്ടൽസിലാണോ റിലേഷൻഷിപ്പ് അറിയില്ല എന്ന്? കിരെറ്റ്സുല് പീപ്പിൾ ഡു നോട്ട് നോ ദ റിലേഷൻഷിപ്പ്. അതെന്താ ആക്ച്വലി ഉദ്ദേശം? ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അല്ലേ, അപ്പൊ ആക്ച്വലി അവര് റിലേറ്റഡ് അല്ലേ? അല്ല, കമ്പനീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, പക്ഷെ പബ്ലിക്കിന് അറിയില്ല ആ റിലേഷൻഷിപ്പ്. പബ്ലിക്കിന് ഓക്കെ കറക്റ്റ് ഓക്കെ പബ്ലിക്കിന് അറിയില്ല. ശരിയാ, താങ്ക് യു. സോ കാർട്ടലൈസേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി അതൊരു ഗ്രൂപ്പ് ഓർ കാർട്ടൽസ് ഓഫ് ബിസിനസ് ദാറ്റ് ഫങ്ഷൻ ടുഗദർ ഇൻ ദ മാർക്കറ്റ്. പിന്നെ ഫാമിലി ഓൺഡ് ബിസിനസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, വിച്ച് ഇസ് വെരി സിമ്പിൾ. അത് ഹൈറാർക്കിക്കൽ ഓർഡറിലായിരിക്കും വരുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബിസിനസ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഹൈറാർക്കിക്കൽ ബിസിനസ് ഉണ്ട്. ടാറ്റാസ് ഉണ്ട്, ബിർലാസ് ഉണ്ട്, ഇവരൊക്കെ ഫാമിലി ബിസിനസ്. അപ്പൊ ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ഇൻട്രസ്റ്റ് ഓഫ് ഫാമിലി ആൻഡ് ദെയർ ഇൻട്രസ്റ്റ് കോയിൻസൈഡ്സ് വിത്ത് ഈച്ച് അതർ. ഫാമിലി എല്ലാവർക്കും ഒരേ ഇൻട്രസ്റ്റും ഒരേ ഗോൾസും ആയിരിക്കും. ആൻഡ് അതിൽ ഔട്ട്സൈഡേഴ്സ് ഇൻവോൾവ് അധികം ആവില്ല. ബേസിക്കലി അതൊരു അവരുടെ ഹൈറാർക്കി ലെവൽസ് ആണ് ഇങ്ങനെ ട്രാൻസ്ഫർ ആയി പോയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനിയിപ്പോ ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വി വിൽ സ്റ്റാർട്ട് ദി നെക്സ്റ്റ് ചാപ്റ്റർ. ഈ ഒരു കോൺസെപ്റ്റ് ഇസ് വെരി സിമ്പിൾ, വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഈവൻ MCQ ആണെങ്കിലും ഒരു 2 മാർക്സ് എന്തായാലും കിട്ടും. MCQ അല്ലെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഫോർ 5 മാർക്സ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. മൈക്കിൾ പോർട്ടർ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. മൈക്കിൾ പോർട്ടർ ഡിവൈസ് ചെയ്ത ഒരു 5 ഫോഴ്സസ് അനാലിസിസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ഇതാണ് 5 ഫോഴ്സസ്. പക്ഷെ 5 ഫോഴ്സസിന് മുമ്പ് വാട്ട് ഈസ് മൈക്കിൾ പോർട്ടറിന്റെ 5 ഫോഴ്സ് കോമ്പറ്റിറ്റീവ് അനാലിസിസ് എന്താണ്? ഇറ്റ് ഫോക്കസസ് ഓൺലി ഓൺ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ഒരു ബിസിനസ്സിന് ഒരുപാട് ടാസ്ക് ഉണ്ടാവും, പക്ഷെ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മാത്രം നമ്മൾ നോക്കിയിട്ട് അത് ഫോക്കസ് ചെയ്യുമ്പോഴാണ്, അത് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് മാത്രം എടുക്കുന്നതാണ് മൈക്കിൾ പോർട്ടറിന്റെ ലോ. And it helps the business to determine industry attractiveness and profitability. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ബിസിനസ്സിന് എത്ര പ്രോഫിറ്റ് എടുക്കാം, എത്രത്തോളം അട്രാക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നതാണ് ഈ മൈക്കിൾ പോർട്ടറിന്റെ ലോ. ഇനിയിപ്പോ ഫോഴ്സസിലോട്ട് വരാം. ഈ ഫോഴ്സസ് എന്തൊക്കെയാ? ഇതിന്റെ നെമോണിക്സ് അഗൈൻ TTBBR, T², B², R അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ ബേസിക്കലി അത് കമ്പൈൻ ചെയ്ത് പഠിക്കാം. 2 ത്രെറ്റ് ഉണ്ട്, 2 ബാർഗനിങ് പവേഴ്സ് ഉണ്ട്, ഒരു റൈവൽറി ഉണ്ട്. സോ വൺ ഇസ് ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്. അതാണ് ഫസ്റ്റ് വൺ. ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ് എന്താ?
ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് ബിസിനസ് എൻവയറമെന്റിൽ കയറി വരുന്ന ഇൻഡസ്ട്രി. ഏതെങ്കിലും ഒരു കമ്പനി പുതിയതായിട്ട് വന്നു, പക്ഷെ ആ പുതിയതായിട്ട് വരുമ്പോൾ they bring a lot of resources, a lot of variety, and ഒരുപാട് ഓപ്ഷൻസ് വരും. ഇപ്പൊ നോർമലി കസ്റ്റമേഴ്സിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദി ബിസിനസ്. കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ ഒരുപാട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വെറൈറ്റിയും ഓപ്ഷൻസും വരുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ബിസിനസ്സിന് അതൊരു ത്രെട്ട് ആയിരിക്കും. അപ്പൊ ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് എന്ന് പറയുമ്പോൾ അവർ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ബിസിനസിന്റെ പ്രൈസും പ്രോഫിറ്റബിലിറ്റി ഒരുപാട് ലിമിറ്റ് ചെയ്യും. Because they have new variety at lower cost, അപ്പൊ അത് കാരണം തന്നെ they act as a threat to the existing business. Threat of substitutes. Substitutes in the impact directly business profitലും പ്രൈസിലും വരും. That is very common. Like അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഒരേ ഇൻഡസ്ട്രിയിൽ രണ്ട് ബിസിനസ് ഉണ്ടെങ്കിൽ അതിന്റെ ഫോർ എക്സാമ്പിൾ ഇപ്പോ that is you are using ABT tea powder ഉപയോഗിക്കുന്നതെന്ന്. Like assume that for 1 cup of tea you need 10 rupees. പക്ഷെ അതേ ക്വാളിറ്റി ടീ ആൻഡ് കോഫി. കറക്റ്റ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ഇൻ ഇൻഡസ്ട്രി അപ്പോ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രീസിനാണ് അത് വർക്ക് ചെയ്യുന്നത്, ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോ ഇപ്പൊ ഒരു ഹൗസ് ഹോൾഡില് ഇൻസ്റ്റെഡ് ഓഫ് ടീ യു ക്യാൻ മേക്ക് കോഫി ഓൾസോ. അപ്പൊ അങ്ങനെ റീപ്ലേസിങ് ഒരു പ്രോഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് എ ത്രെറ്റ് ടു ദി ബിസിനസ്. പിന്നെന്താ, ബാർഗൈനിങ് പവർ ഓഫ് കസ്റ്റമർ. ബാർഗൈനിങ് പവർ ഓഫ് കസ്റ്റമർ ഇൻഫ്ലുവൻസസ് ദി പ്രൈസ് ആൻഡ് കോസ്റ്റ് ഇൻ ദി ഇൻഡസ്ട്രി. കസ്റ്റമർ എന്താണോ അത് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് കസ്റ്റമർ ഇസ് ദ കിങ്. ദ ഹോൾ പേർപ്പസ് ഓഫ് ബിസിനസ് ഇസ് എ കസ്റ്റമർ. ഓക്കെ, കസ്റ്റമർ ഇല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാവില്ല. അപ്പൊ ബേസിക്കലി യു വിൽ ഹാവ് ടു സെർവ് ദി കസ്റ്റമർ അക്കോർഡിംഗ് ടു ദെയർ റിക്വയർമെന്റ്. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പവർ ഓഫ് ദി കസ്റ്റമർ ഇൻക്രീസസ്. അപ്പൊ ബാർഗൈനിങ് ഓഫ് പവർ ഓഫ് കസ്റ്റമർ കാരണം എന്തൊക്കെ പറ്റും? ബിസിനസിന്റെ പ്രൊഡക്റ്റിന്റെയോ സർവീസസിന്റെയോ കോസ്റ്റ് വരെ ഇമ്പാക്ട് ചെയ്യാം ഡയറക്ട്ലി, കോസ്റ്റ് ആൻഡ് പ്രൈസ്. പിന്നെ ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയർ. അഗൈൻ സപ്ലയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഒരു ബിസിനസ് എടുക്കുവാണെങ്കിൽ ഇഫ് ദിസ് ഇസ് എ ബിസിനസ്, ഓക്കെ, ബിസിനസിന്റെ ഇപ്പുറത്തും രണ്ടാൾക്കാരുണ്ട്. കുറെ പേരുണ്ടാവും, ബട്ട് ബേസിക്കലി രണ്ടുപേര്. വൺ ഇസ് എ സപ്ലയർ, നെക്സ്റ്റ് ഇസ് ദ കസ്റ്റമർ. ഓക്കെ, അപ്പൊ ബിസിനസിന്റെ ബാക്ക്വേർഡ് എഫക്ട് ചെയ്യുന്നതിനാണ് സപ്ലയേഴ്സ്, ബിസിനസിനെ ഫോർവേഡ് എഫക്ട് ചെയ്യുന്നതിനാണ് കസ്റ്റമേഴ്സ്. അപ്പോ സപ്ലയേഴ്സ് എടുക്കുന്ന ഡിസിഷൻ ഡയറക്ട്ലി ബിസിനസ് എന്തായാലും എഫക്ട് ചെയ്യും. കസ്റ്റമേഴ്സിന്റെ ആണെങ്കിലും ഡയറക്ട്ലി ബിസിനസിനെ എഫക്ട് ചെയ്യും. സോ ഓൾ ആർ റിലേറ്റഡ് ടു ദി ബിസിനസ്. അപ്പൊ ഇവിടെ നിന്നാണെങ്കിലും ശരി, ഇവിടെ നിന്നാണെങ്കിലും ശരി, ഇറ്റ് കംസ് ടു ദി ബിസിനസ് അറ്റ് ദി എൻഡ്. ബിസിനസിനെ അവസാനം എഫക്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് വാട്ട് സപ്ലയർ. അപ്പൊ സപ്ലയറിന്റെ കോസ്റ്റ് അനുസരിച്ചായിരിക്കും ബിസിനസ് ഒരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടാക്കുന്നത്. സോ ഇഫ് ദി ബാർഗൈനിങ് പവർ ഇൻക്രീസസ്, അവർക്ക് നമുക്ക് ബാർഗൈൻ ചെയ്യാൻ പറ്റും. ലൈക് ദിസ് ഇസ് ദി പ്രൈസ് എന്ന് പറയുന്നത് നമുക്കത് കുറയ്ക്കേണ്ടി വരും, അവർ കൂട്ടേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡയറക്ട്ലി അത് ബിസിനസിനോട് ഇമ്പാക്ട് ആവും. So effective cost of the product also increases. അപ്പൊ അങ്ങനെ കോസ്റ്റ് കൂടുമ്പോൾ നമുക്ക് മാർജിൻ കുറയും, and it affects the profitability of the business. And last one, again, rivalry among current players. It is called competition. ഇപ്പോഴത്തെ ബിസിനസ് ഏതൊക്കെയാണോ അതിന് റൈവൽറി വരുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് കോമ്പറ്റീഷൻ. അപ്പൊ കോമ്പറ്റീഷൻ എന്താണെന്ന് എഴുതിയാൽ മതി ഇഫ് യു ആർ റൈറ്റിംഗ് റൈവൽറി among current players. And കോമ്പറ്റീഷൻ വരുമ്പോൾ ഇറ്റ് ഇൻഫ്ലുവൻസസ് ദി സ്ട്രാറ്റജിക് ഡിസിഷൻസ് ഓഫ് ദി ബിസിനസ്. ഇപ്പൊ ഒരു ബിസിനസ് എടുക്കുന്ന പടത്തും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ് ആക്ച്വലി എന്താ പറയുക, കോമ്പറ്റീഷൻ കാരണം ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക് ഡിസിഷൻസ് സംടൈം. ഇത് മനസ്സിലായത് തോന്നുന്നു എല്ലാവർക്കും. ലൈക്ക് ഈ നെമോണിക്സ് അത് എങ്ങനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്തോളൂ, ബട്ട് ദീസ് ആർ ദി 5 ഫോഴ്സസ്. ഇത് എന്തായാലും പഠിച്ചിട്ട് പോകണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എല്ലാ തവണയും RTP MTP വരാറുണ്ട്, മെയിൻ എക്സാമിന് വരാറുണ്ട്. ആൻഡ് ഈ തവണ ഓൾസോ RTP ഉണ്ട്. സോ അടുത്ത ചാപ്റ്റർ ഒന്ന് വേഗം തീർത്ത് കഴിഞ്ഞിട്ട് വി വിൽ റെഫർ ടു RTP ക്വസ്റ്റ്യൻസ്. ഈ 2 ചാപ്റ്ററിന്റെയും 4 ക്വസ്റ്റ്യൻസ് ഉള്ളൂ, അത് പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ട് വി വിൽ വൈൻഡ് അപ്പ്. ഇപ്പൊ ഒരു 5 minutes ബ്രേക്ക് എടുക്കാം. 8:20 ആയി. വിൽ സ്റ്റാർട്ട് അറ്റ് 8:25. അതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ആൻഡ് വി വിൽ മീറ്റ് അറ്റ് 8:25.
സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും നമുക്ക്. ഓക്കെ ഓക്കെ ശരി ശരി. ഒരു 10 minutes 15 minutes മാക്സിമം ഒന്ന് കുറച്ച് അങ്ങോട്ടേക്ക് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആവേ. ഈ ചാപ്റ്റർ കുറച്ചുണ്ട്, സോ ഐ വിൽ ട്രൈ ടു കൺസൈസ് ഇറ്റ് മാക്സിമം. പക്ഷെ എങ്ങനെ എടുക്കേണ്ടത് എടുക്കണമല്ലോ. അപ്പോൾ ഒരു 15 minutes മാക്സിമം ഒന്ന് ബഫർ വെക്കേണ്ട. മാക്സിമം 9:15, അതിന് മുമ്പ് നമുക്ക് എങ്ങനെ തീർക്കാം. ഓക്കെ. സോ ബിസിനസ് പോളിസി. ബിസിനസ് പോളിസി എന്താ? വാട്ട് ഇസ് എ ബിസിനസ് പോളിസി? Okay. Business policy. The business policy is study of. ഈ ചാപ്റ്റർ കൂടുതലും നെമോണിക്സ് ആയിരിക്കും. സോ നെമോണിക്സ് മാത്രമേ ഞാൻ എഴുതുന്നുണ്ടാവുള്ളൂ ഈ സ്ക്രീനിൽ. പക്ഷെ നോട്ട്സിനകത്ത് അത് ഉണ്ടാവും, പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ഇപ്പൊ തന്നെ സൈഡ് ബൈ സൈഡ് ഒരു പേപ്പറിൽ എഴുതുവാണെങ്കിൽ യു ക്യാൻ റിമെമ്പർ ഇറ്റ് ബെറ്റർ. അപ്പോ study of PDF. Okay. Business policy and the business policy is the study of PDF. PDF and that. What is P? P is problems, and D is decision. F is framework. ഇത്രയേ. What is business policy എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഇത് എഴുതണം. It is a study of problems, decisions, and framework. It is the function and responsibility of senior management. Okay, function and responsibility of senior management. For understanding strategic decision making. ഇതൊക്കെ സൈഡിൽ ഇപ്പൊ തന്നെ എഴുതിക്കൂടാ, അതർവൈസ് ചിലപ്പോൾ മറന്നു പോകും. സോ വാട്ട് ഇസ് ബിസിനസ് പോളിസി? ബിസിനസ് പോളിസി ഇസ് ദ സ്റ്റഡി ഓഫ് PDF. PDF എന്തൊക്കെയാ? PDF ഇസ് പ്രോബ്ലംസ്, ഡിസിഷൻസ് ആൻഡ് ഫ്രെയിംവർക്ക്. ആൻഡ് ഇറ്റ് ഇസ് ദി ഫങ്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സീനിയർ മാനേജ്മെന്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. ഇത്രയേ ഉള്ളൂ. ബിസിനസ് പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ഓർത്തിരുന്നാൽ മതി. PDF, SM and SMD, SDM ഷോർട്ട് ഫോംസ് ആണ്. അത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, ബട്ട് ഇറ്റ്സ് എൻ ഈസിയർ വേ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ബിസിനസ് പോളിസി ഓക്കെ ആയില്ലേ? ദാറ്റ് ഈസ് ബിസിനസ് പോളിസി. ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഇസ് എ സ്ട്രാറ്റജി? സ്ട്രാറ്റജി എന്ന് എപ്പോഴും പറയില്ല. ഈവൻ ദി പേപ്പേഴ്സ് നെയിം ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അപ്പോൾ സ്ട്രാറ്റജി എന്താ? Strategy is the game plan by management. Game plan by management എന്ന് വെച്ചാൽ game plan used by management. Okay. Game plan എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു പ്ലാൻ ഇട്ടാൽ മതി. ലൈക്ക് ഇറ്റ് ഇസ് എ പ്ലാൻ ബൈ ദി മാനേജ്മെന്റ്. എന്തിനൊക്കെയാ? ഇതിന്റെ നെമോണിക്സ് ഈസ് MOCCA. Okay. ഇതിന്റെ നെമോണിക്സ് MOCCA. But what is M? M is to take market position. ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിൽ എത്താൻ വേണ്ടിയാണ് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. So it is a game plan used by management to take market position. Okay. O and the conduct operations. Strategy is a game plan used by management to take market position and to conduct operations.
എന്തായിരിക്കും? ഒരു ഗസ്. ഇറ്റ് ഈസ് ദി ബേസിക് ഹാർട്ട് ഓഫ് ബിസിനസ്. ലൈക്ക് ഈ ഒരു സി ഇല്ലാണ്ട് ബിസിനസ് ഉണ്ടാവേണ്ട കാര്യമില്ല. ബേസിക് എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് ഇസ് ബേസ്ഡ് ഓൺ ദിസ് സി. സി എന്താ? കസ്റ്റമർ. കറക്റ്റ്, കസ്റ്റമർ. സോ കസ്റ്റമറിന്റെ റിക്വയർമെന്റും നീഡും അനുസരിച്ച് ബിസിനസ് സെർവ് ചെയ്തില്ലെങ്കിൽ ആ ബിസിനസ്സിന് ലൈക്ക് ആ കസ്റ്റമറിന് ആ ബിസിനസ്സിന് ആവശ്യമില്ല. ദേ ക്യാൻ ഗോ ടുവേർഡ്സ് എനി അതർ ബിസിനസ് ഹൂ സെർവ്സ് എ ബെറ്റർ പർപ്പസ്. അപ്പൊ അത് കാരണം കസ്റ്റമറിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ സെർവിങ് കസ്റ്റമർ നീഡ്സ് ഓർ അട്രാക്ടിങ് ദെയർ നീഡ്സ്. അപ്പോൾ ഒരു കസ്റ്റമറിന് ഇതാണ് റിക്വയർമെന്റ് അറിഞ്ഞിട്ട് പ്രൊവാക്റ്റീവ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ബിസിനസ്സസ് വിൽ സസ്റ്റെയിൻ. അപ്പോൾ കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം എല്ലാ ഡിസിഷൻസും. അപ്പൊ സ്ട്രാറ്റജി ആണെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിനെ പറ്റി, സ്ട്രാറ്റജിനെ പറ്റി. സോ സ്ട്രാറ്റജി ഓൾസോ ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ദി കസ്റ്റമർ. അപ്പൊ സ്ട്രാറ്റജി ആണെങ്കിലും ശരി, പോളിസി ആണെങ്കിലും ശരി, ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ശരി, എവറിത്തിങ് ബേസ് ചെയ്യുന്നത് കസ്റ്റമർ ഇതാണ്. ബിക്കോസ് കസ്റ്റമർ ഇല്ലാണ്ട് ബിസിനസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് അട്രാക്ട് ഓർ സാറ്റിസ്ഫൈ കസ്റ്റമർ. പിന്നത്തെ സി എന്താ? പിന്നത്തെ സി ഈസ് ഓൾസോ ഈസി. ദാറ്റ് ഈസ് കോമ്പറ്റീഷൻ. ഇപ്പോൾ ഈ സ്ട്രാറ്റജിക് ഡിസിഷൻസ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന ടു കമ്പീറ്റ് സക്സസ്ഫുള്ളി ഇൻ ദ ബിസിനസ്. ഇഫ് യു കാൻ സക്സസ്ഫുള്ളി കമ്പീറ്റ് ഇൻ ദ ബിസിനസ്, then you can't survive in the environment. അപ്പോൾ competition is very important. അപ്പോൾ compete ചെയ്യുന്നതും healthy competition ഉണ്ട്, unhealthy competition ഉണ്ട്. So healthy ആയിട്ട് if you need to compete in the business, you need to create your strategies based on certain things. അവസാനമായിട്ട് is achieve organizational objectives. Okay, ഇത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ബിസിനസ്സിന് എന്താണ് ഒബ്ജക്റ്റീവ്? ഇപ്പൊ പ്രോഫിറ്റ് ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതല്ലാണ്ട് സർവൈവൽ, സ്റ്റെബിലിറ്റി, എഫിഷ്യൻസി, ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിച്ച ഒബ്ജക്റ്റീവ്സ്. ഇതൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഓർഗനൈസേഷന്റെ. സോ ഇതൊക്കെ അച്ചീവ് ചെയ്യണം. ദാറ്റ് ഇസ് അച്ചീവ്ഡ് ത്രൂ സ്ട്രാറ്റജീസ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ? വാട്ട് ഇസ് എ സ്ട്രാറ്റജി? അപ്പോ ഒന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ വാട്ട് ഇസ് എ പോളിസി? സ്റ്റഡി ഓഫ് PDF. And it is a function and responsibility of senior management for strategic decision making. ഇപ്പൊ കണ്ട് ഇത്രയും പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കോഡ്സ് വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്ത് കോഡ് ഏതിനാ യൂസ് ചെയ്തേക്കണമെന്ന് മനസ്സിലാണ്. മിക്സ് ചെയ്ത് പോകരുത്, അത്രേ ഉള്ളൂ. സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആൻഡ് കീപ്. ഓരോ ചാപ്റ്ററിന്റെ അവിടെ ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്റെ ഇപ്പൊ നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സോ വാട്ട് ഇസ് ദിസ്? ഇറ്റ്സ് എ ഗെയിം പ്ലാൻ by management. എന്താണ് ഗെയിം പ്ലാൻ? സ്ട്രാറ്റജി is a game plan by management. എന്തിനൊക്കെ? to take market position, to conduct operations, to attract and satisfy customers, to compete successfully, and to achieve organizational objectives. Basically ഇതാണ് അതിന് ഓർത്ത് വെക്കാൻ MOCCA. ഓക്കെ, അത് എങ്ങനെയാണെങ്കിൽ അറേഞ്ച് ചെയ്തോളൂ. ഇറ്റ് ഇസ് ഫൈൻ. at the end of the പഠിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ പോളിസി എന്താണെന്നും സ്ട്രാറ്റജി എന്താണെന്നും പഠിച്ചു. ബിസിനസ് പോളിസി ഉണ്ടല്ലോ. പോളിസി ഈസ് എ മിക്സ്. എന്തിന്റെയൊക്കെ മിക്സാ? ക്യാൻ സമ്മൺ ടെൽ? ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് 2 things. ഓക്കെ, 2 രീതിയിൽ ബിസിനസ് റെസ്പോണ്ട് ചെയ്യാം. അത് ഏതൊക്കെ 2 രീതിയാ? യു ക്യാൻ ബി ഡാഷ് ഓർ ഡാഷ്. ആക്റ്റീവും പാസീവും പോലെ തന്നെ. യാ, കറക്റ്റ്. പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ്. ഓക്കെ, അപ്പോ ഒരു പോളിസി എന്ന് പറയുമ്പോൾ കറക്റ്റ് റിയാക്റ്റീവ്. ഒരു പോളിസി എന്ന് പറയുമ്പോൾ പോളിസി ഈസ് ഈക്വൽ ടു പ്രൊആക്റ്റീവ് റെസ്പോൺസ് plus reactive response. And proactive responses anti and reactive responses anti. ഇതെന്താ? നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ്
are anticipated situations. Anticipate ചെയ്യാൻ പറ്റും, നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. That is anticipated situations. അതിനുവേണ്ടി നമുക്ക് നേരത്തെ ഡിസൈഡ് ചെയ്യാൻ പറ്റും, which is proactive response. നേരത്തെ പ്രൊആക്റ്റീവ് ആയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ that is an anticipated event. അതല്ലാതെ unanticipated, unexpected, you can't expect ഇത് നടക്കോ ഇല്ലയോ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ഇസ് unanticipated events for which you can respond reactively. അപ്പോൾ ബിസിനസ് ഇസ് എ മിക്സ് ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ്. അപ്പോൾ അതെന്താ കാരണം? ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. ബേസിക്കലി നമ്മുടെ ലൈഫിലും ഇതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്ത് യെസ് ഇതാണ് ഇങ്ങനെ നടക്കൂ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും, ചില കാര്യങ്ങൾ വി കാൻറ്റ് ടെൽ. അപ്പൊ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് സിനാരിയോസ് വരുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാനേ പറ്റുള്ളൂ. അതല്ലാണ്ട് നമുക്ക് നേരത്തെ തിങ്ക് ചെയ്ത് ഡിസിഷൻ എടുക്കാൻ ടൈം ഉണ്ടെങ്കിൽ പ്രൊആക്റ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഇസ് വാട്ട് പോളിസി ഇസ് എ മിക്സ് ഓഫ് പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് ആക്ഷൻസ് ഫ്രം ദി ബിസിനസ്. ഇത് അത്യാവശ്യം ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. സോ ദിസ് ക്യാൻ ബി ആസ്ക്ഡ്. ഇത് കഴിഞ്ഞൊരു 2 പ്രാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ഇൻ വേരിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് റെഫർ. ഓക്കെ, സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ഉണ്ട്, ഞാൻ നോട്ട്സ് തരുമ്പോൾ കാണിക്കാം, ഇപ്പൊ ഇതിനകത്ത് എഴുതാൻ പറ്റില്ല. It is not a substitute for sound or alert, responsible and management, and it can never be perfect, flawless and optimal. ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല, നോട്ട് പെർഫെക്റ്റ്, ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കില്ല, അതെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതേപോലെ സ്ട്രാറ്റജി ഇസ് ഓൾസോ നോട്ട് പെർഫെക്റ്റ് ആൻഡ് ഇറ്റ് കാനോട്ട് ബി ഒപ്റ്റിമൽ ഓൾസോ. ഒപ്റ്റിമൽ എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ എല്ലാ സിറ്റുവേഷൻസിലും ഇത് തന്നെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ ആയിരിക്കില്ല ഒരിക്കലും. ബിക്കോസ് ഡിഫറെന്റ് ബിസിനസ്സസ് ഫങ്ഷൻ ഇൻ ഡിഫറെന്റ് എൻവയറമെന്റ്, അവരുടെ നേച്ചറും ക്യാരക്ടറും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. സോ യു കാൻ ടെൽ എന്റെ ബിസിനസ് സ്ട്രാറ്റജി വിൽ വർക്ക് ഫോർ യുവർ ബിസിനസ് ഓർ യുവേഴ്സ് വിൽ വർക്ക് ഫോർ മൈൻ, ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി ബിസിനസ്, ഡിപെൻഡ്സ് ഓൺ എൻവയറമെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെ കുറെ ഫാക്ടേഴ്സിന് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ. അപ്പൊ അത് കാരണം a strategy can never substitute a responsible management. Never substitute a management. The responsible and sound management എന്ന് ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ട്രാറ്റജി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് യു കാൻ വിഡ്രോ എ മാനേജ്മെന്റ്. ആൻഡ് സ്ട്രാറ്റജി ക്യാൻ നെവർ ബി പെർഫെക്റ്റ് ആൻഡ് ഒപ്റ്റിമൽ. ഇങ്ങനത്തെ സെന്റൻസ് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐ വിൽ ട്രൈ അത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ, അതർവൈസ് ഐ വിൽ ഷോ ഇറ്റ്. ഓക്കെ, അങ്ങനെ അവര് അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്, ലൈക്ക് സ്ട്രാറ്റജി ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സൗണ്ട് ആൻഡ് അലേർട്ട് ആൻഡ് റെസ്പോൺസിബിൾ മാനേജ്മെന്റ്, കമന്റ് ഓൺ ദിസ്. അപ്പൊ അതിനകത്ത് യു ഷുഡ് ഡിസ്കസ് ലൈക്ക് സ്ട്രാറ്റജി എന്താണ്, വൈ ഇസ് ഇറ്റ് നോട്ട് ലൈക്ക് ദിസ്. നൗ വി വിൽ കം ടു കോർപ്പറേറ്റ് സ്ട്രാറ്റജി. ഓക്കെ, കോർപ്പറേറ്റ് സ്ട്രാറ്റജി. കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്താ? വാട്ട് ഇസ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി? അടുത്ത സ്ലൈഡ് എടുക്കാതായിരിക്കുന്നത്. കോർപ്പറേറ്റ് സ്ട്രാറ്റജി. വാട്ട് ഇസ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജി എന്താണെന്ന് പഠിച്ചു. സോ വാട്ട് കുഡ് ബി കോർപ്പറേറ്റ് സ്ട്രാറ്റജി? സ്ട്രാറ്റജിക് ഗ്രോത്ത്. ഓക്കെ, കറക്റ്റ്. സ്ട്രാറ്റജിക് ഗ്രോത്ത് തന്നെയാ. അത് സെന്റൻസിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി ദി ഗ്രോത്ത് ഡിസൈൻ ഓഫ് ദി കമ്പനി. ഓക്കെ, കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇറ്റ് സ്പെൽസ് ഔട്ട് ദി ഗ്രോത്ത് ഡിസൈൻ ഓഫ് ദി കമ്പനി. അപ്പോ ബേസിക്കലി ഇറ്റ് സ്പെൽസ് ഔട്ട്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പറയുന്നത് എവറിഥിങ് ഈസ് കീവേഡ്. ഓക്കെ, കീവേഡ് അല്ലാണ്ട് ബാക്കി കുറെ പറഞ്ഞിട്ടുണ്ടാവും, യു ഷുഡ് റീഡ് ഇറ്റ് ഔട്ട്. പക്ഷെ ഈ കീവേഡ്സ് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ലിങ്ക് ഇറ്റ്. അപ്പോൾ കീവേഡ്സ് കറക്റ്റ് ആയിട്ട് സ്റ്റഡി മെറ്റീരിയലത്തെ പോലെ തന്നെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം വരാൻ. അതർവൈസ് മാർക്ക് കുറച്ച് കുറഞ്ഞ് കിട്ടുള്ളൂ. ഇഫ് യു ആക്ച്വലി ഡിസേർവ് 4 മാർക്സ്, ചിലപ്പോൾ 2 മാർക്ക് കിട്ടുള്ളൂ. കീവേഡ്സ് ഉണ്ടാക്കിയിട്ട് ബാക്കി യു ക്യാൻ റൈറ്റ് വിത്ത് യുവർ ഓൺ വേർഡ്സ്, കുഴപ്പമില്ല. സോ ഇവിടെ അഗൈൻ ചെറിയൊരു നെമോണിക് എന്താണെന്ന് വെച്ചാൽ, കോർപ്പറേറ്റ് സ്ട്രാറ്റജി സ്പെൽസ് ഔട്ട് DEPT. ഡിപ്പാർട്ട്മെന്റ് എന്ന് വായിക്കുമായിരിക്കും, ബട്ട് യാ DEPT. DEPTയില്
ഞാൻ DEPT ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ സെക്കൻഡ് പോയിന്റ് സ്ട്രാറ്റജി ഫോർ അച്ചീവിംഗ് ഗ്രോത്ത്. നേരത്തെ പറഞ്ഞ പോലെ ഗ്രോത്ത് ഓറിയന്റഡ് ആണ്. അപ്പൊ ഗ്രോത്ത് ഡിസൈൻ കാണിക്കാൻ അച്ചീവിംഗ് ഗ്രോത്ത്. കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഡിസൈൻസ് ദി ഗ്രോത്ത് ഓഫ് ദി ബിസിനസ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഗ്രോ ചെയ്യണം, എന്ത് രീതിയിൽ ഗ്രോ ചെയ്യണം, വാട്ട് എക്സ്റ്റെൻഡ് ഇറ്റ് ഷുഡ് ഗ്രോ, ഇതൊക്കെ കാണിക്കാനാണ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി. സോ നെക്സ്റ്റ് വി വിൽ കം ടു ഈ DEPT. DEPT എന്താ? It spells out DEPT. D for direction. Business direction. Okay. Direction of the business. Extent of growth. You know, extent of growth. Okay. P is pace of growth. Pace no remember rate like how aggressive or conservative in the approach la grow cheyamone padukku aano alla otta adikano like our approach is pace of growth. Next is timing of growth. Appo ee DEPT corporate strategy spells out DEPT and strategy for achieving goals. DEPT ke atham endakya? It spells out direction, extent. ഇതൊക്കെ ഒരേ ലൈൻ ആട്ടോ. ഡയറക്ഷൻ, എക്സ്റ്റെൻഡ്, പേസ് ആൻഡ് ടൈമിംഗ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, ഡയറക്ഷൻ, എക്സ്റ്റെൻഡ്, പേസ് ആൻഡ് ടൈമിംഗ് ഓഫ് ഗ്രോത്ത്. പിന്നെ കോർപ്പറേറ്റ് സ്ട്രാറ്റജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ഒരു 10 ഉണ്ടാവും. ഐ തിങ്ക് 8 or 10 are there in the book. അപ്പോൾ അത് ചുമ്മാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിപ്പോ പോവാം, ലൈക്ക് ഹെഡിങ്സ് മാത്രം പറഞ്ഞിട്ട്. ബാക്കി ഇറ്റ് ഇസ് വെരി സെൽഫ് എക്സ്പ്ലനേറ്ററി. അത് അങ്ങനെ എടുത്ത് അങ്ങനെ ചോദിക്കാറില്ല. ബട്ട് ജസ്റ്റ് നോ ഇറ്റ്. ലൈക്ക് എപ്പോഴെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു 5 പോയിന്റ് എടുത്തിട്ട് വരാൻ പറ്റും. സോ ബേസിക്കലി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്തൊക്കെയാ? ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് ഈസ് ബേസിക്കലി ഫോർമുലേറ്റഡ് ആറ്റ് എ ടോപ്പ് മാനേജ്മെന്റ്. കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഗ്രോത്ത് സ്ട്രാറ്റജി ആണത്. ബേസിക്കലി ഗ്രോത്ത് എങ്ങനെ അച്ചീവ് ചെയ്യാൻ, അപ്പൊ അത് ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ദേ ആർ ഓഫ് അൾട്ടിമേറ്റ് അതോറിറ്റി ഓവർ ദാറ്റ്. ടോപ്പ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ലോങ് ടേം ആയിരിക്കും. ഗ്രോത്ത് ഇസ് ഡെഫിനറ്റ്ലി ലോങ് ടേം. ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ നോർമലി അങ്ങനെ തിങ്ക് ചെയ്യാറില്ലല്ലോ. മോസ്റ്റ് പ്രോബ്ലി ലോങ് ടേം ആയിരിക്കും നമ്മൾ നോക്കുന്നത്. സോ ഇറ്റ് ഈസ് ലോങ് ടേം. ഇറ്റ് ഈസ് ഇന്റിഗ്രേറ്റഡ്. ഇന്റിഗ്രേറ്റഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് എ മിക്സ് ഓഫ് ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഇതിലോട്ട് എത്തുന്നത്, ഈ ഒരു സ്ട്രാറ്റജിയിലോട്ട്. ആൻഡ് അഗൈൻ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ്സ് തന്നെ. ഫ്ലെക്സിബിൾ എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡൈനമിക്. ഡൈനമിക് ആകുമ്പോൾ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ബിസിനസ് കാൺ സർവൈവ്. നെക്സ്റ്റ് ഒരു 4 പോയിന്റ് എന്താ? ഇറ്റ് ഈസ് ആക്ഷൻ ഓറിയന്റഡ്. ആക്ഷൻ ഓറിയന്റഡ്, ഓൾസോ ഗ്രോത്ത് ഓറിയന്റഡ്. ഗ്രോത്ത് ഓറിയന്റഡ് എന്തുകൊണ്ടാ? കോർപ്പറേറ്റ് സ്ട്രാറ്റജി സ്പെൽസ് ഔട്ട് ദി ഗ്രോത്ത് ഡിസൈൻ ഓഫ് ദി ഫേം. അപ്പൊ ഗ്രോത്ത് ഡിസൈൻ നമ്മൾ സ്പെൽ ഔട്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് എ ഗ്രോത്ത് ഓറിയന്റഡ് പ്ലാൻ. ആൻഡ് ആക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ ഈ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ലൈക് സ്ട്രാറ്റജി 2 രീതിയിലുണ്ട്. സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ആൻഡ് എക്സിക്യൂഷൻ. അത് വേറൊരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട്. സോ ബേസിക്കലി വൺ ഇസ് ബിഫോർ ആക്ഷൻസ് ആൻഡ് വൺ ഇസ് ഡ്യൂറിങ് ആക്ഷൻസ്. അപ്പൊ ഒന്ന് പ്ലാനിങ് ആണ്, ഒന്ന് ആക്ഷൻസ് ആണ്. നമ്മളിപ്പോ നോർമലി ഇപ്പൊ ലൈഫിലോ എക്സാമിലോ നമ്മൾക്ക് there are like 2 phases. ഒന്ന് നമ്മൾ ഇരുന്ന് പ്ലാൻ ചെയ്യണം, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എത്ര നേരം പഠിക്കണം. അത് ഒരു ഫേസാ. ആഫ്റ്റർ ദാറ്റ് വി ഇംപ്ലിമെന്റ് ദാറ്റ്, അതായത് എക്സിക്യൂട്ട് ചെയ്യണം. ആ നമ്മൾ പ്ലാനിൽ എഴുതി വെച്ച പോലെ തന്നെ വി ഷുഡ് ഗോ. എന്നാലും ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ആ ഒരു ഇംപ്ലിമെന്റേഷൻ ഫേസിലാണ് ഈ ആക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഗൈൻ എഫിഷ്യൻസി പിന്നെ റിപ്പീറ്റഡ് ആവുന്നുണ്ട്. എഫിഷ്യൻസി നമ്മൾ നേരത്തെ പറയുന്നുണ്ട്. ഈ എഫിഷ്യൻസിന്റെ പോലത്തെ സെയിം പോയിന്റ് റിപ്പീറ്റഡ്, വിച്ച് ഇസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ് വിച്ച് ഫോക്കസ് ഓൺ മിനിമൈസിംഗ് ദ കോസ്റ്റ് ആൻഡ് മാക്സിമൈസിംഗ് ദ റിട്ടേൺ ഓഫ് ദി ബിസിനസ്. അതേ സെയിം കോൺസെപ്റ്റ് തന്നെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. വി ഷുഡ് മിനിമൈസ് ദ കോസ്റ്റ്, മാക്സിമൈസ് ദ റിട്ടേൺ. അത്രേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് ഡൺ. ഇനിയും ഒരു 2-3 പോയിന്റ്സ് ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ. അത് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ഇറ്റ് ഇസ് വെരി ഈസി. അപ്പോ ഇതുവരെ വി ഹാവ് കംപ്ലീറ്റഡ്
ഒരു അത്യാവശ്യം കുറച്ച് തീർത്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് ഞാൻ നെമോണിക്സ് ആയിട്ട് എങ്ങനെയെങ്കിലും ചോദിക്കാം. ഐ എം ജസ്റ്റ് ആസ്കിങ് പോളിസി എന്താ, ലൈക്ക് എനിക്ക് ആ ഒരു നെമോണിക്സ് മാത്രം പറഞ്ഞാൽ മതി. അതർവൈസ് ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്യാനാണെങ്കിൽ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ യു ക്യാൻ ഡു ദാറ്റ്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യുക. വാട്ട് ഇസ് എ പോളിസി? ജസ്റ്റ് നെമോണിക്സ് മാത്രം പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ബിസിനസ് പോളിസി എന്താ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്? PDF, correct. PDF എന്തൊക്കെയാ? Problems, decisions and framework. And it is the responsibility of senior management for strategic decision making. Done. Strategy എന്താ? Game plan used by management to MOCCA. Market position, conduct operations, attract and satisfy customers, compete successfully, achieve organizational objectives. പിന്നെ strategy is a blend of proactive and reactive actions. Corporate strategy എന്തൊക്കെയാ? Spells out DEPT, direction, extent, pace and timing of growth. Characteristics ഇപ്പൊ പറഞ്ഞു, which is very easy. അത് നിങ്ങൾ വായിച്ചാൽ മതി. അതിങ്ങനെ കുത്തിരുന്ന് പഠിക്കണ്ട, ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഇറ്റ് ഇസ് വെരി സെൽഫ് എക്സ്പ്ലനേറ്ററി. അത് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് പോർഷനിലോട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് പോർഷൻ ഇൻ ദ സെൻസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് പോർഷൻ. ഇത് നമ്മൾ നോർമലി വായിച്ച് പഠിക്കുന്ന പോലെ ആയിരിക്കില്ല. സോ ഇത് ആക്ച്വലി ഐ വാണ്ട് യു ടു ഇന്ററാക്ട്. എന്തെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. സോ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി എന്താ? ലൈക്ക് നമ്മൾ കോർപ്പറേറ്റ് സ്ട്രാറ്റജി പഠിച്ചു. വാട്ട് ഈസ് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി? കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി അല്ല, കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി എന്താ? ഓക്കെ, കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ബേസിക്കലി ബിസിനസിന്റെ ഗ്രോത്ത് ഓറിയന്റഡ് ആണ്. ഓക്കെ, ഗ്രോത്ത് എങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് നോക്കും. കോമ്പറ്റീറ്റീവ് എന്താ? പേരിൽ തന്നെ ഉണ്ട്, കോമ്പറ്റീഷൻ. ഇറ്റ് ഡീൽസ് വിത്ത് എക്സിസ്റ്റിംഗ് ഓർ ഫ്യൂച്ചർ കോമ്പറ്റീഷൻ. അപ്പൊ എന്താ? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്, അങ്ങനത്തെ അനാലിസിസ് നടത്തും. ഇപ്പൊ ഫ്യൂച്ചർ ആണെങ്കിലും ഇപ്പത്തെ എക്സിസ്റ്റിംഗ് ആണെങ്കിലും അതിന്റെ കോമ്പറ്റീഷനെ പറ്റി അനലൈസ് ചെയ്യും. ആൻഡ് SWOT അനാലിസിസ് ഒക്കെ നെക്സ്റ്റ് ചാപ്റ്ററിലുണ്ട്, വിച്ച് വി വിൽ ഡിസ്കസ് ടുമോറോ. അപ്പോൾ അതിന്റെ ബാക്കി അപ്പൊ പറയാം. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യെറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ഒരു പോർഷൻ ആണ്. ദിസ് ഈസ് ദി സബ്ജക്ട്. ഓക്കെ, സബ്ജക്റ്റിന്റെ പേര് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അത് ഈ സെക്കൻഡ് ചാപ്റ്ററിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വാട്ട് ഇസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്താന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് 5 steps അല്ല, 5 points ബേസിക്കലി. ഈ 5 പോയിന്റും നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തില് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. ഓക്കെ, വേണ്ട, സോറി, അത് പോർഷൻ മാറിപ്പോയി. ഇപ്പൊ അത് ചെയ്യണ്ട. ഫസ്റ്റ് തിങ് ഇസ് സ്ട്രാറ്റജിക് വിഷൻ. അപ്പൊ നമ്മൾ ബേസിക്കലി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ ആദ്യം ആലോചിക്കും. ഫ്യൂച്ചറിൽ ആലോചിച്ചിട്ട് അത് പിന്നെയാണ് നമ്മൾ പ്രസന്റിലോട്ട് വരുന്നത്. നമ്മൾ നാളെ ഇത് ചെയ്യുവാണെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇതായിരിക്കും എഫക്ട് ആദ്യം ആലോചിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഡിസിഷൻ പ്രസന്റിൽ എടുക്കുന്നു. സോ സെയിം തിങ് ഹാപ്പൻസ് വിത്ത് ബിസിനസ് ഓൾസോ. അവർ ഫ്യൂച്ചറിൽ എന്ത് നടക്കുന്ന ആദ്യമേ ആന്റിസിപ്പേറ്റ് ചെയ്യും, വിച്ച് ഇസ് അഗൈൻ പ്രൊആക്റ്റീവ് റെസ്പോൺസ്. അപ്പൊ അത് കാരണം ഫോമിങ് എ സ്ട്രാറ്റജിക് വിഷൻ. ഓക്കെ, സ്ട്രാറ്റജിക് വിഷൻ. ആദ്യം വിഷൻ ഫോം ചെയ്യും. വിഷൻ ഫോം ചെയ്യുന്നത് എന്തിനാ? ഫ്യൂച്ചറിൽ എന്താണ് പൊസിഷൻ എന്ന് അറിയാം. ഓക്കെ, ഫോമിങ് എ സ്ട്രാറ്റജിക് വിഷൻ. വിഷൻ ആദ്യം ഫോം ചെയ്യും. പിന്നെന്താ? യു സെറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ഒബ്ജക്റ്റീവ്സ് എന്തിനാ സെറ്റ് ചെയ്യുന്നത്? സോ ദാറ്റ് യു റീച്ച് ദ വിഷൻ. നമ്മൾ ചുമ്മാ വിഷൻ എന്താണെന്ന് അറിഞ്ഞു നിന്നിട്ട് മാത്രം കാര്യമില്ല. ഇഫ് യു വാണ്ട് ടു റീച്ച് ടു ദാറ്റ് വിഷൻ, യു നീഡ് സർട്ടൻ ഒബ്ജക്റ്റീവ്സ് ടു അച്ചീവ്. ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്ത് യു വിൽ റീച്ച് ടു ദാറ്റ് വിഷൻ. പക്ഷെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ അച്ചീവ് ചെയ്യും? ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്താലേ വിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഹൗ ഡു യു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ്? ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ യു നീഡ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്താ? സ്ട്രാറ്റജി ഇസ് എ ഗെയിം പ്ലാൻ ബൈ ദി മാനേജ്മെന്റ് ടു MOCCA. ഓക്കെ, അതാണ് സ്ട്രാറ്റജി. സോ
strategy helps you നേരെ തിരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, strategy helps you to achieve objectives, objects help you achieve vision. ഓക്കെ, അപ്പോ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ലെവൽ എന്താ? ഫസ്റ്റ് ലെവൽ യു ഷുഡ് form a vision. Next is setting objectives. അടുത്തത് is crafting a strategy. പിന്നത്തെ രണ്ട് സ്റ്റെപ്സ് എന്താ? പിന്നത്തെ രണ്ട് സ്റ്റെപ്സ് പിന്നെ താഴത്തോട്ട് തന്നെയാ. പിന്നത്തെ സ്റ്റെപ്സ് പിന്നത്തെ സ്റ്റെപ്പ് എന്താ? പിന്നത്തെ സ്റ്റെപ്പ് is implementing the strategy. Okay, implementing the strategy. സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. നാളെ ബിസിനസ് മാറും. നാളെ ബിസിനസ് മാറുമ്പോൾ എന്താവും? യു നീഡ് ടു ചേഞ്ച് വിത്ത് ദി ടൈം. ഇഫ് യു ഡോണ്ട് ചേഞ്ച് യു ബിക്കം ഔട്ട്ഡേറ്റഡ്, സർവൈവൽ ഉണ്ടാവില്ല. സോ ഇംപ്ലിമെന്റിംഗ് റിക്വയർഡ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഇത് മനസ്സിലായി? ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പോയി. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ്, പിന്നെ ഇംപ്ലിമെന്റിംഗ് റിക്വയർഡ് അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പൊ അത്രയേ ഉള്ളൂ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇസ് ആദ്യം ഫോമിംഗ് എ വിഷൻ, പിന്നെ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ക്രാഫ്റ്റിംഗ് എ സ്ട്രാറ്റജി, ഇംപ്ലിമെന്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദി സ്ട്രാറ്റജി. സ്ട്രാറ്റജി ചെയ്ത് കഴിഞ്ഞിട്ടോ ചേഞ്ചസ് വരികയാണെങ്കിൽ യു ഷുഡ് ഇംപ്ലിമെന്റ് റിക്വയർഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഓൾസോ. ഓക്കെ, അപ്പൊ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്താന്ന് പറഞ്ഞു. സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? വാട്ട് ഈസ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്? അത് രണ്ട് ഒബ്ജക്റ്റീവ്സേ പറയുന്നുള്ളൂ. അപ്പൊ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇസ് ക്രിയേറ്റ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്താന്നുള്ളത് വി വിൽ ലേൺ അനദർ ചാപ്റ്റർ. പക്ഷെ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് കൊണ്ട് ഇത്രയേ ഉള്ളൂ. കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് gives you an edge over the other competitors. You will be able to outperform other competitors. ബാക്കിയുള്ള ബിസിനസ്സും അതേ ഇൻഡസ്ട്രിയിൽ വേറെ കമ്പനീസിനെയും you will be able to outperform, so that you will always be on top. അപ്പോൾ നിങ്ങളുടെ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് will always help you be in that top level. And your strategic management guides the company through environmental changes. എൻവയറമെന്റിൽ എന്ത് ചേഞ്ചസ് വന്നാലും അതിനെ കൂടെ ഗൈഡ് ചെയ്യുന്നതാണ് ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് വിഷൻ, ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജി. അപ്പൊ ഇതിലൊക്കെ നമ്മൾ എൻവയറമെന്റൽ അനാലിസിസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ദി കമ്പനി ഗോ ത്രൂ ദി എൻവയറമെന്റൽ ചേഞ്ചസ്. അത്രേ ഉള്ളൂ. കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജും ഗൈഡ് ദി കമ്പനി ത്രൂ എൻവയറമെന്റൽ ചേഞ്ചസ്. നെക്സ്റ്റ് ഇസ് ദ ഫ്രെയിംവർക്ക് പോർഷൻ. ഇതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച സംഭവം. ഫ്രെയിംവർക്ക് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഫ്രെയിംവർക്ക് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇത് വളരെ എളുപ്പമാണ്. ഈ രീതിക്ക് ആലോചിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. അതർവൈസ് നിങ്ങൾ എങ്ങനെയാ പഠിച്ചെന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ചാൽ മതി. ഇറ്റ് ഇസ് ഫൈൻ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എവിടെയാണോ അത് ചിന്തിക്കുക. ഓക്കെ, യു ആർ എൻ ഇന്റർ സ്റ്റുഡന്റ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇതൊന്ന് ആക്ച്വലി ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ 2-3 ക്വസ്റ്റ്യൻസ് ഐ വിൽ ബി ആസ്കിങ്. സോ അതൊന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. സോ റൈറ്റ് നൗ ഇപ്പോ യു ആർ എൻ IPCC സ്റ്റുഡന്റ്, ഓൾഡ് ന്യൂ വാട്ട് എവർ ഇറ്റ് ഇസ്, IPCC സ്റ്റുഡന്റ് ആണ്. ഓക്കെ, എന്താ ആവണ്ടേ? വാട്ട് യു കറക്റ്റ്. എന്നാ പിന്നെ വി ക്യാൻ ഡു ദിസ്. എന്നാ അങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെ പറയാം, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ലെവൽ ഓഫ് ഫ്രെയിംവർക്ക് വി ആർ ഡിസ്കസിങ്. ഇപ്പൊ ഫസ്റ്റ് വൺ ഇപ്പൊ അഹമ്മദ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, യു ആർ എൻ IPCC സ്റ്റുഡന്റ്. ഓക്കെ, അപ്പോ അത് IPCC സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ വാട്ട് കംസ് ഇൻ യുവർ മൈൻഡ്? വേർ ആർ യു നൗ? ഓക്കെ, ഇപ്പൊ വാട്ട് സ്റ്റേറ്റ് ആർ യു ഇൻ? ലൈക്ക് ഏത് സ്റ്റേജിലാണ്? ഓക്കെ, സ്റ്റേറ്റ് അല്ല, സ്റ്റേജിലാണ്. വേർ ആർ യു നൗ? ഫ്രെയിംവർക്കിന്റെ ഫസ്റ്റ് പോയിന്റ് ഇസ് വേർ ആർ യു നൗ. ആ വേർ ആർ യു നൗ കണ്ടുപിടിക്കുന്നത് ഇസ് വിത്ത് SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. അത് നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിക്കും. സോ ഇപ്പൊ അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. SWOT അനാലിസിസ് ചെയ്യുമ്പോൾ വേർ ആർ യു നൗ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, IPCC. സോ ഫൈനലി എവ്രി വൺ വാണ്ട്സ് ടു സീ ദിസ്. ആ ഒരു പേരിന് മുമ്പിൽ ഇത് കാണുമല്ലോ. സോ വാട്ട് ഇസ് ദിസ്? IPCC കഴിഞ്ഞിട്ട്
Ahmed ready to what do you want to be? Correct. So your goal, mission or vision could be CA. Vision or a long term mission or present term and goal no short terms like it will be for months or weeks or something. Finally you want to get there. Your end goal or your future vision. So that is CA. Like IPCC IPCC but you want to be CA. At one time you will definitely become also. അത് എങ്ങനെ എത്തും അത് മലയാളത്തില് ഞാൻ ഇംഗ്ലീഷ് ആക്കിയാൽ മതി ലൈക്ക് ഹൗ ടു ഗെറ്റ് ദെയർ കറക്റ്റ് ഹൗ ടു ഗെറ്റ് ദെയർ അപ്പൊ IPCC ആയ സ്റ്റുഡന്റ് സി ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം അപ്പൊ അതാണ് ഫസ്റ്റ് 3 പോയിന്റ് വേർ ആർ യു നൗ വാട്ട് യു വാണ്ട് ടു ബി ഹൗ ടു ഗെറ്റ് ദെയർ ഹൗ ടു ഗെറ്റ് ദെയർ ചെയ്യുന്നത് എങ്ങനെയാ ത്രൂ പോർട്ട്ഫോളിയോ അനാലിസിസ് Portfolio analysis is again discussed in another chapter. And if you time, so basically we will skip that to the next session. Portfolio analysis and SWOT analysis next session cover. So so framework is 3 levels. This 2 levels. So we IPCC CA okay. And if IPCC directly see IPCC directly, yeah, correct. Which way is the best? So IPCC you have the articleship, then final, then you become the CA. Okay. That is the route. Which way is the best? Which way is the best? Through strategic decision making. Strategic decision making which way is the best and which one works best for the company. And ഇത്രയൊക്കെ നമ്മൾ ചെയ്തു പക്ഷെ സി ആയില്ലെങ്കിലോ I mean that is the 5th framework എല്ലാരും സ്റ്റക്ക് അടിച്ചു പോയത് ആയില്ലെങ്കിലോ ചോദിച്ചാൽ ലൈക് നെഗറ്റീവ് അടിച്ചല്ല I mean like you should implement the plan അതാ ഉദ്ദേശിച്ചത് അഹമ്മദ് മിണ്ടാണ്ടിരിക്കും പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടെ കറക്റ്റ് അശ്വിൻ ഹൗ ക്യാൻ വി എൻഷുർ അറിയുന്നു സോ ബേസിക്കലി നമ്മൾ പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോലെ നേരത്തെ പറഞ്ഞ വി ഷുഡ് ഇംപ്ലിമെന്റ് ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ് ഓക്കെ സോ IPCC യു വാണ്ട് ടു ബിക്കം എ CA അത് എങ്ങനെ ആവും ഏത് വഴി കൂടെ ആവും അത് എങ്ങനെ ആവണം ഹൗ ഡു യു എൻഷുർ ദാറ്റ് യു ഗെറ്റ് ദെയർ അപ്പോ ഫ്രെയിംവർക്കിന്റെ ബേസിക് എന്തൊക്കെയാ where are we now which is done through SWOT analysis where we want to be നമ്മൾ goals mission vision ഒക്കെ സെറ്റ് ചെയ്യും how to get there that is through portfolio analysis which way is the best അത് strategic decision making കൂടെ നമ്മൾ കണ്ടുപിടിക്കും how to ensure arrival that is implementation and execution of strategy അത്രേ ഉള്ളൂ അത് ഈ ഒരു എക്സാമ്പിളിൽ കൂടി മനസ്സിലാക്കി തന്നെ ബിസിനസ്സിന് ഈ SWOT അനാലിസിസും പോർട്ട്ഫോളിയോ അനാലിസിസും ഒക്കെ കൂടെ അവർ കണ്ടുപിടിക്കും ഓക്കെ അപ്പോ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്താ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഇതിന്റെ അകത്ത് ആക്ച്വലി മിഷൻ വിഷൻ അത് നാളത്തേക്ക് ഡിസ്കസ് ചെയ്യണം ആക്ച്വലി ആ ഒരു നോട്ട് കാണാനില്ല ഐ വിൽ ഡിസ്കസ് ടുമോറോ നാളെ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതിയെ മിഷൻ വിഷൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് അത് ആക്ച്വലി ഇപ്പൊ കാണാനില്ല അത് നാളെ പഠിപ്പിക്കണ്ടായിരുന്നു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്താ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഈസ് managerial process of choosing a particular action from alternatives to achieve goals.
Yeah, correct, Ahmed. It is a managerial process of choosing a particular action from different alternatives to achieve goals and objectives. അത്രേ ഉള്ളൂ. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫ്രെയിംവർക്കിലെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്താ, വിച്ച് വേ ഇസ് ദ ബെസ്റ്റ് കണ്ടുപിടിക്കുന്നത് ത്രൂ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. ആ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്താ? ഇറ്റ് ഇസ് എ മാനേജറിയൽ പ്രോസസ് ഓഫ് ചൂസിങ് എ പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം അവൈലബിൾ ആൾട്ടർനേറ്റീവ്സ് ടു അച്ചീവ് ദി ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ അതിന്റെ ഡയമെൻഷൻസ് കുറച്ചുണ്ട്. ദാറ്റ് ഈസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നോട്ട് സോ ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് നോട്ട് ടു സ്കിപ്പ്. എന്തായാലും നിങ്ങൾ വായിച്ചിട്ട് വേണം പോവാൻ. പക്ഷെ ബാക്കിയുള്ള ഏരിയാസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി ഒരു പ്രോബബിലിറ്റി കുറവാണ്. അത്രേ ഉള്ളൂ. ആ ഡയമെൻഷൻസ് ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഒരു ഹോംവർക്ക് തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വന്നാൽ മതി നാളെ. ലൈക്ക് ഇറ്റ് ഈസ് ബേസിക്കലി ഒരു 5-6 പോയിന്റ് ഉണ്ട്, വിച്ച് ഇസ് അഗൈൻ സെൽഫ് എക്സ്പ്ലനേറ്ററി. അപ്പൊ അങ്ങനത്തെ കുറെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാന്നുള്ളൂ, കുഴപ്പമില്ല. പിന്നത്തെ ഏറ്റവും relevant question here is importance of strategic management. Okay, that is almost the last topic here. Importance of strategic management. What is the importance of strategic management? ഇതിനകത്ത് 5 points ഉണ്ട്. 5 points എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു രീതിയുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് ഡോണ്ട് ജഡ്ജ് മീ ഓൺ ഇറ്റ്. ഞാൻ വേറെ കുറെ സോഴ്സസ് കേട്ടതാണ്. സോ ഞാനിങ്ങനെ ക്ലാസ് എടുത്തു, ഞാൻ പറഞ്ഞു പറഞ്ഞ എന്റെ പേര് പറയരുത്. ഇറ്റ് ഈസ് ബേസിക്കലി ഒരു ഇമാജിൻ ദാറ്റ് ബോയ് ആണെങ്കിൽ ഗേൾ ആണെങ്കിൽ ഐ ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് എ സീനിയർ പേഴ്സൺ. ഓക്കെ, സീനിയർ ബോയ് ഫ്രണ്ട് ആവാം, ഗേൾ ഫ്രണ്ട് ആവാം. ഓക്കെ, ഇറ്റ് ഇസ് എ സീനിയർ പേഴ്സൺ. ഇപ്പൊ സീനിയർ ആവുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ അത് തന്നെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പറയുന്നത്. അതിങ്ങനെ നിങ്ങൾ ഇതുവരെ വായിച്ചപ്പോൾ നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടാവില്ല, ബട്ട് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ആലോചിച്ചത്. സോ ബേസിക്കലി ഇറ്റ് ഈസ് വെരി ഈസി ടു റീകളക്ട്. അപ്പോൾ ഒരു സീനിയർ ആയിട്ട് ഒരാള് നമ്മൾ ഗൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാവില്ലേ. അപ്പൊ നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊക്കെ IPCC പാസ്സായി കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾ ഫൈനൽ സ്റ്റുഡൻസ് ആകുമ്പോൾ നിങ്ങൾ IPCC സ്റ്റുഡൻസിനോട് പറയും, ഓ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല, യു ഷുഡ് ഡു ദിസ്, യു ഷുഡ് ഡു ദാറ്റ്, ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്. അപ്പൊ നമ്മൾ നമ്മുടെ മിസ്റ്റേക്സിൽ കൂടെ വേറെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കും, വിച്ച് ക്യാൻ ബി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ റിയാക്റ്റീവ് ആയിരുന്നു, പക്ഷെ നമ്മുടെ ജൂനിയേഴ്സ് ഓർ ദി പീപ്പിൾ ഹു ആർ ഡിപെൻഡന്റ് ഓൺ us, നമ്മൾ സീനിയർ ലെവലിൽ നിൽക്കുമ്പോൾ താഴത്തുള്ളവർക്ക് ഇറ്റ് ഹെൽപ്സ് ദം ടു become proactive. Okay, അപ്പോൾ ഒരു സീനിയർ ആളുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് യു ടു become more proactive. ഈ പ്രൊവാക്റ്റീവ് ആകുമ്പോൾ തന്നെ കുറെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യും. ലൈക്ക് ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, യു ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യും. എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമ്പോൾ വി അണ്ടർസ്റ്റാൻഡ് വാട്ട് നോട്ട് ടു ഡു. അപ്പോ അങ്ങനെ പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ ഗൈഡൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഡിസിഷൻ എടുക്കുവാണെങ്കിൽ ഇറ്റ് ഗിവ്സ് യു എ ബെറ്റർ ഗൈഡൻസ്. എന്ത് രീതിയിൽ എടുക്കണം, എന്ത് ചെയ്യാൻ പാടില്ല. ആൻഡ് they also help you to identify the opportunities available. നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം അയ്യോ ഇങ്ങനെ ആയപ്പോഴല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറഞ്ഞ് ഡെസ്പ് അടിച്ചിരിക്കുമ്പോൾ they would come and tell, okay fine, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ്, യു ഷുഡ് സീ ദി ഗുഡ് പോയിന്റ് ഓഫ് ദിസ്. കുറെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല, ബട്ട് ദർ ഇസ് എ ഗുഡ് ഇൻ ദിസ്, ഇതാണ് അതിനൊരു ഓപ്പർച്യൂണിറ്റി. സോ ആ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറയും. സോ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് മനസ്സിലാക്കി തരാൻ പറ്റും. സോ ദേ ഹെൽപ്പ് യു ടു ഐഡന്റിഫൈ ഓപ്പർച്യൂണിറ്റീസ്. പിന്നെന്താ, ഇത്രയായി. നാളെ ആരെങ്കിലും നിങ്ങളെ പിടിച്ച് അടിക്കാൻ വന്നു, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞു, യു ഡിഡ് ദിസ്, യു ഡിഡ് ദാറ്റ്, കുറെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്തു, ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ നാച്ചുറലി ഒരാൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ദേ വുഡ് ബിലീവ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു പേഴ്സൺ വിൽ ഡെഫിനറ്റ്ലി സ്റ്റാൻഡ് ബൈ യുവർ സൈഡ്. അപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ആൻഡ് ദേ നോ അസ് വെൽ. അപ്പൊ അങ്ങനത്തെ ഒരാളുള്ളപ്പോ
they act as a corporate defense mechanism. They act as a corporate defense mechanism against mistakes. With the company point of view, companies are making mistake in pitfalls in deficiencies. This strategic management process acts as a corporate defense mechanism because there are alternative course of actions in down. So you can take a better course of action and rectify the mistake. That's a business point of view. The advantage. Then the final advantage, final importance, helps evolve core competency and competitive advantage. Normally, when we are with a person, we become a different person. So you become a better person, you identify your strength, and that's an advantage. So company point of view, when there is a strategic management process, that helps the company to identify core competencies. Company in the competency and competitive advantage advantage company so that you can outperform the competitors. So basically so now an example which I hope I made it clear, confuse islangi. So basically it helps you to become more proactive, it acts as a better guidance framework, it identifies the available opportunities, and it acts as a corporate defense mechanism and helps evolve core competency and competitive advantage. The importance of strategic decision making. Strategic decision making or strategic management. Where a simple portion which is strategic levels of business. Strategic levels corporate level, business level, functional level. The corporate level defines mission and vision. Okay. Corporate level defines wait a minute. Okay, finance share notes share. Basically, corporate level, business level, and functional level. There are 3 levels. But corporate level is the top level. Top level defines mission, vision. Mission statement and vision statement formulating top level. Top level management, business resources allocating. And he started this implementing formulating top level. The top level CEO, board of directors, key managerial persons, senior top level. In a business level, business level specific to business. That is top level business level business level. Functional level functional level is defined and confined to organizational activities. It facilitates flow of decisions from the top level to the bottom. All functions in the business, that is, it can be marketing function, sales, HR, purchase department, accounting. Functions in there. Your functions, functional managers and all. So that is the functional level of the business. A major strategy of each function is set by these functional managers. Top corporate business level businesses all businesses functional levels functional levels individually
മനസ്സിലാക്കാൻ ഫസ്റ്റ് തിങ് ആദ്യം വരുന്നത് കോർപ്പറേറ്റ് ലെവലായിരിക്കും. ഓക്കെ, ഇപ്പൊ കോർപ്പറേറ്റ് ലെവൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ബിസിനസിന് ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒരു പോർഷൻ ആയിരിക്കും. ഓക്കെ, അതിന് താഴത്തോട്ട് ആയിരിക്കും ഒരു ബിസിനസ് വരുന്നത്. ഈ ബിസിനസ് തന്നെ രണ്ട് ബിസിനസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ദിസ് ഇസ് ദി മെയിൻ കമ്പനി. ഓക്കെ, മെയിൻ കമ്പനിയാണ് കോർപ്പറേറ്റ് ലെവൽ. ബിസിനസ്സസ് രണ്ട് ടൈപ്പ് ഉണ്ടാവും. ഇപ്പൊ അവർക്ക് മേ ബി ഇവര് ഫസ്റ്റ് വൺ ഇപ്പോ എന്തെങ്കിലും മാനുഫാക്ചറിങ് സെക്ടറിലായിരിക്കും, ഇവിടെ എന്തെങ്കിലും സർവീസ് സെക്ടറിലായിരിക്കും. ഓക്കെ, രണ്ടും രണ്ട് ബിസിനസ് ആണ്, ബട്ട് ഇറ്റ് കംസ് അണ്ടർ എ കോമൺ മാനേജ്മെന്റ്. പിന്നെ ഇതിന്റെ അടിയിൽ പല ഫങ്ഷൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, HR, പിന്നെന്താ സെയിൽസ്. അതേപോലെ ഇതിനകത്തും അങ്ങനെ 4 ഹെഡ്സ് ഉണ്ടാവും. ഈ 4 അല്ല ഇതിനെക്കാട്ടും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും. സോ കോർപ്പറേറ്റ് ലെവൽ ഇസ് ഫോർ ദ മേജർ ഫസ്റ്റ് ലെവൽ, കോർപ്പറേറ്റ് ലെവൽ. അതിന്റെ അടിയിൽ വരുന്നത് ബിസിനസ് ലെവൽസ് വിച്ച് ക്യാൻ ബി ഡിഫറെന്റ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദി ബിസിനസ്. ഓരോ ബിസിനസിന്റെ അടിയിലും ഓരോ ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ടാവും വിച്ച് കംസ് അണ്ടർ ദി ഫങ്ഷണൽ ഹെഡ്സ്. അപ്പൊ ഇത് ഓരോ ഫങ്ഷൻസിനും ഓരോ ഫങ്ഷണൽ മാനേജേഴ്സ് ഉണ്ടാവും. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദി സ്ട്രാറ്റജി ഓഫ് ഈച്ച് ഫങ്ഷൻസ്. ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മേജർ ബിസിനസ് മാനേജേഴ്സിനായിരിക്കും. അവര് ടോപ്പ് ലെവലിലോട്ട് റിപ്പോർട്ട് ചെയ്യും. സോ ദാറ്റ് ഇസ് ഹൗ ദി ഹൈറാർക്കി വർക്ക്സ്. ഐ തിങ്ക് എല്ലാം അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ടെന്ന്. സോ ഇന്നിപ്പോ ആക്ച്വലി ഞാൻ പറഞ്ഞ 10-15 മിനിറ്റ്സ് ഓൾറെഡി എക്സീഡ് ചെയ്തു. സോ ഇന്നിപ്പോ ഞാൻ എടുക്കുന്നില്ല. എനിക്ക് ആക്ച്വലി നാളെ മറ്റേ RTP ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യണമായിരുന്നു. സോ ഇന്ന് ചെയ്യുന്നില്ല. നാളെ ഒരു എക്സ്ട്രാ 30 മിനിറ്റ്സ് ഞാൻ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി സെഷൻ എടുക്കാം. എന്നിട്ട് ഐ വിൽ കംപ്ലീറ്റ് മിഷൻ വിഷൻ. പിന്നെ ഈ നാളത്തെ ചാപ്റ്റേഴ്സും ഇന്നത്തെ ചാപ്റ്റേഴ്സും കൂടെ ഐ വിൽ കംപ്ലീറ്റ് RTP ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് പെട്ടെന്ന് റെഫർ ചെയ്ത് തീർക്കാവുന്നതായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഐ തിങ്ക് ഐ ഹാവ് കംപ്ലീറ്റഡ്. എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പറയൂ. സോ ഐ വിൽ ട്രൈ ടു കവർ ഇറ്റ് ടുമോറോ. നാളെ നമ്മൾ കവർ ചെയ്യുന്നത് SM ചാപ്റ്റർ 3 and 4 ആയിരിക്കും, ഓൾ സിലബസിന്റെ. അതിനകത്ത് അത്യാവശ്യം കുറച്ച് ഏതാ ഉച്ചക്ക് നാളത്തെ ടൈമിംഗ് 2 to 4 ആയിരിക്കും കേട്ടോ. 2 to 4 പിന്നെ 7 to 9. 7 to 9. 2 to 4 എന്നുള്ളത് ഒന്ന് 4:30 വരെ ആവും. സോ ദാറ്റ് നമുക്ക് RTP ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്ത് പോവാം. ഫുള്ള് വായിച്ച് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല, ബട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെ രീതിയിൽ നമ്മൾ പഠിച്ച പോലെ തന്നെയാണ് വന്നേക്കുന്നത്. നമുക്കൊന്ന് റെഫർ ചെയ്യാം. 2 to 4:30 മാക്സിമം. അത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ചാപ്റ്റർ 3 and 4 ആയിരിക്കും ഓൾ സിലബസ്. പിന്നെ 7 to 9 നമുക്ക് IT ആയിരിക്കും. IT ചാപ്റ്റർ 2 ഓൾ സിലബസ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇതിന്റെ മെറ്റീരിയൽ ഞാൻ നാളെ കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു അശ്വിൻ. വേറെ എന്തെങ്കിലും? ഓക്കെ, താങ്ക് യു. ക്ലാസ് എങ്ങനെ ഉണ്ടായി? ഹൗ വാസ് ഇറ്റ്? നല്ല ക്ലാസ്. ഓക്കെ, താങ്ക് യു. PPT നോക്കി ഇങ്ങനെ പെട്ടെന്ന് കുത്തി വരച്ചിരിക്കുമ്പോ എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? വാസ് ഇറ്റ് ബെനിഫിഷ്യൽ? ഓക്കെ, താങ്ക് യു. റിയൽമി C11 ആരാ ആക്ച്വലി പേര്? ഇഫ് യു ഡോണ്ട് മൈൻഡ് ഗ്രൂപ്പിൽ ഉണ്ടോ നിങ്ങള്? ഓർ ഷുഡ് വി ആഡ് യു ടു ദ ഗ്രൂപ്പ്?